വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ഹലോ ഹലോ ഹലോ, കേൾക്കാവോ? പറയൂ, ആരാണ്? ഞാനേ എന്തായാലും താങ്കൾക്ക് ദൈവത്തിന്റെ പേര് പറയൂ. സമാധാനം ഉണ്ടാവട്ടെ. പേര് നമ്മളൊരു ബൈ ബർത്ത് മുസ്ലിമാണ്, പക്ഷേ ഒരു ദൈവവിശ്വാസം തന്നെ രീതിയിൽ നിൽക്കുന്നത്. എങ്ങനെ ബൈ ബർത്ത് മുസ്ലിമാണ്, ഇപ്പൊ പക്ഷേ അതൊന്നും വിട്ടിട്ട് ഇപ്പൊ ഒരു ദൈവവിശ്വാസി, ഒരു ദൈവം ഉണ്ട് എന്നുള്ള ലെവലില് നിൽക്കുന്ന ആളായി. ശരി. അള്ളാഹുവിനെ വിട്ടു? അള്ളാഹുവിനെ മുഹമ്മദിനെയൊക്കെ വിട്ടു? അള്ളാഹുവിനെ വിട്ടു എന്ന് പറയുമ്പോ മുഹമ്മദിനെ വിട്ടോ? അതും അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് വിടാൻ പറ്റില്ല. പിന്നെ എന്താ മാറ്റണ്ടായത്? അള്ളാഹു ഉണ്ട്, മുഹമ്മദും ഉണ്ട് എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണോ അപ്പോൾ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ അടിമ വ്യവസ്ഥ, പിന്നെ എന്താ പറയാ, ഈ പെട്ടെന്ന് നിങ്ങൾ എടുക്കും വിചാരിച്ചില്ല. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതാണ്. പേരെന്താ പറഞ്ഞത്? പേര് ഇപ്പൊ പറയണില്ല വിചാരിച്ചിട്ടാ. ഓക്കെ. പേടിയാണ്. പേടി. ജിഹാദികളാണോ? വീട്ടിലും നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. എങ്ങനെയാ ജിഹാദികളുണ്ട്? അത് പുറത്തു പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ദിവ്യായസ് ഒക്കെ പറയുന്നത് ജിഹാദികൾ എന്നൊക്കെ പറഞ്ഞ കഞ്ഞിവെള്ളം ഉപ്പിട്ട് തരുന്ന ആളുകൾ, വെള്ളം കോരി തരുന്ന ആളുകൾ. പിന്നെ എന്തിനാ അവരെ പേടിക്കണേ? അത് അങ്ങനൊന്നും ഇപ്പൊ പറയാൻ പറ്റൂലേ? അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഒന്ന് പറഞ്ഞു തന്നെ. ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാടും മൊത്തത്തില് ഇസ്ലാമികമായി മാറുക, ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു? എന്റെ അറിവാ പറയുന്നത്, തെറ്റാണോന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ അറിഞ്ഞപ്പോ മനസ്സിലായത് അതാണ്? അതെ, മൊത്തത്തിലൊരു ഒരു ഷോർട്ട് 1 പോയിന്റ് ലെവലില്. ഓക്കെ. അപ്പോ ജിഹാദികൾ കുഴപ്പമാണല്ലോ. ആണ്. അപ്പൊ അത് പേടിച്ചിട്ടാണ് നിങ്ങൾ പേര് പറയാത്തെ? അതെ. അപ്പൊ ദിവ്യ ഐ എസിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ദിവ്യ ഐ എസ് പറഞ്ഞൊക്കെ കേട്ടോ നിങ്ങള്? ഞാന് മുഴുവൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഓരോ ട്രോളും അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടു. അപ്പൊ എന്താ അത് കണ്ടപ്പോ തോന്നിയേ? ജിഹാദിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കല്ലേ പുള്ളിക്കാരി പറഞ്ഞു? അതെ. അപ്പൊ ദിവ്യക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട്, എന്താ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ഇപ്പോ ദിവ്യനോട് ഇവിടുത്തെ IAS ജോലിയും കാര്യങ്ങളും വിട്ടിട്ട് അങ്ങനെയാണെങ്കിൽ താലിബാനിൽ പോയി ആ ജിഹാദിനോട് ഏറ്റുമുട്ടില്ല നല്ലത്. അവിടുത്തെ ആ ജിഹാദ് അങ്ങ് ആസ്വദിച്ച് ജീവിക്കുക, അതല്ലേ വേണ്ടേ? അതെ. വളരെ നല്ല. നമ്മളുടെ ഈ ഡെമോക്രസി കാര്യങ്ങള് അതിനെക്കാളും ബെറ്റർ അതാണെങ്കിൽ. അതെ. അത് എനിക്ക് എന്തുകൊണ്ട് അത് പറയാൻ തോന്നിയില്ല. അപ്പൊ ഏതായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മൂപ്പർക്ക് ഒരു കയ്യടി നമുക്ക് കൊടുക്കാം. ഒരു വിശ്വാസിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. GIS കേൾക്കുന്നുണ്ടല്ലോ, എത്ര പെട്ടെന്ന് വണ്ടി പിടിച്ച് അഫ്ഗാനിസ്ഥാനിലോ എവിടെയാണോ ജിഹാദ് നല്ല രീതിയിലുള്ളത് അവിടെ പോയിട്ട് ജീവിക്കുക എന്നാണ് ഇപ്പൊ പറഞ്ഞു തന്നത്. നല്ല ഉപദേശം. യെസ്, പറഞ്ഞോളൂ. ഇനി ഇപ്പോ എവിടെ ഈ എന്താ പറയാ, ലായിലുണ്ട്, മുഹമ്മദ് റസൂൽ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും പാർഷ്യലിയാണ് ഉള്ളത്. പണ്ടത്തെ പോലെ നമ്മള് അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലാന്നല്ലേ പറയാ. അതൊന്നും പോയിക്കണോ? അപ്പൊ പിന്നത് പോയില്ലേ? സംശയം വന്നാൽ തന്നെ ഈ കാഫിറായില്ലേ? അതായി. പക്ഷെ അവിടെ ഇവിടെ ഒരു ഇങ്ങനെ ഓരോരോ നുള്ള പോലെ അങ്ങനെ നിൽക്കുന്നോണ്ട് എന്താ കാര്യമുള്ളത്? അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്ന അവനെ അവിടെ ദുർമാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. അള്ളാഹുവാണ് രണ്ടും ചെയ്യുന്നത്, ഇങ്ങനെയല്ലേ പറയാം? അപ്പൊ നിങ്ങളെ കൊണ്ട് ഇപ്പൊ ഇങ്ങനെ സംശയം ഇടിപ്പിച്ചതാരാ? അത് അള്ളാഹുവാണ്. അപ്പോ അതായത് നിങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിച്ചിട്ട് പറയാടാ, ഞാൻ നിന്റെ വാപ്പയാണെന്ന് തോന്നില്ല കേട്ടോ എന്ന് എപ്പോഴെങ്കിലും പറയോ നിങ്ങളുടെ വാപ്പ? ഇല്ല. അങ്ങനെ ഒരു വാപ്പ വന്നിട്ട് നിങ്ങളോട് പറയണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ നിന്റെ ഉമ്മയാണെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ മോനെ എന്ന് ഉമ്മ വന്ന് പറയൂ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഒരു നിങ്ങൾക്ക് വേണ്ടി സ്വർഗവും നരകവും ഒരുക്കി വെച്ചിരിക്കുന്ന ഒരാൾ വന്നിട്ട് പറയാണ്, മോനെ നിന്റെ അള്ളാഹു ഞാനാണോ, നിന്റെ ദൈവം ഞാനാണോ എന്ന് എനിക്ക് ഒരു സംശയം ഉണ്ട് കേട്ടോ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചോ എന്ന് അള്ളാഹു നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? എന്താ അതിലെ ലോജിക്ക് എന്താണ്? എന്തിനാ അങ്ങനെ ഒരു സംശയം? അതായത് വാലിഡ് ആയിട്ട് ആൾക്കെന്നെ ഒരു സംശയമുണ്ട്. ഒന്നുകിൽ ആൾക്കെന്നെ സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ല. അതെ. ഒരാള് ഇപ്പൊ ഒരാള് ഒരു സാധനം ഉണ്ട്, വാപ്പ ഉണ്ടെന്ന് വാപ്പ പറയാം, എടാ മോൻ എജ്ജാണ് എന്റെ മോൻ എന്ന് മനസ്സിലാക്കാൻ എന്തെല്ലാം വഴികളുണ്ട് അല്ലേ? അതിലൊരു സംശയത്തിന് ഇടവെക്കുവോ അവിടെ ഒരിക്കലെങ്കിലും? ഇല്ല. ഇനി ഒന്നുമില്ലെങ്കിൽ DNA ടെസ്റ്റെങ്കിലും ചെയ്തൂടെ? പ്രൂവ് ചെയ്യാൻ പറ്റും, 100% പ്രൂവ് ചെയ്യാൻ പറ്റും.
ഉം. അല്ലേ? പക്ഷെ ഈ വിഷയത്തിൽ മൊത്തം സംശയമാണ്. സംശയം ഇട്ട് തരുന്നത് പോലും പഠിച്ചവനാണ്. അതെ അതെ. ഇതെന്തൊരു പഠിച്ചവനാണിത്? അങ്ങനെ ആലോചിക്കുമ്പോ ഇപ്പോ നമ്മളെ മറ്റേ 40 ദിവസത്തിൽ തന്നെ ഒക്കെ എഴുതി വെച്ചിക്കണ് പറയുമ്പോ, ആ പക്ഷെ എന്റെ സംശയം എന്താണെന്നറിയോ, ആ ഇപ്പോ ഇങ്ങനെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണാറുണ്ട്, മറ്റേ അടിമ വ്യവസ്ഥിതി, മാര്യത്തിൽ കിബിത്തിയ, സ്ത്രീ വിരുദ്ധത, ഇതൊക്കെ ആകുമ്പോ നമുക്ക് ഇസ്ലാമിക ഒരു ദൈവിക അല്ല എന്നൊരു രീതിക്ക് അങ്ങോട്ട് പോയി. ആ പക്ഷെ അപ്പുറത്തെ രീതിക്ക് ഇപ്പോ അവിടെ ഇവിടെ നിന്ന് കടന്ന് കളിക്കുക, നിങ്ങളെ വീഡിയോസും കാണുന്നുണ്ട്. ഇതിനനുസരിച്ച് ഇപ്പോ എന്താണ് എന്നെ ഇങ്ങനെ വളർത്തിയതാരാ പറയൂ? ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് എക്സ് മുസ്ലിം ചാനൽ ഇപ്പൊ നമ്മുടെയാണ്. അതെ അതെ. അതാരാ ഉണ്ടാക്കിയത്? അത് മറ്റേ ഉസ്താദ്മാര് പറയുന്ന പോലെ അള്ളാഹുവിന്റെ കദറും കലാവുമാണ്. അതെ. അപ്പോൾ അള്ളാഹുവിന്റെ പണി എന്താ ശരിക്കും സത്യത്തിൽ? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുകയാണ്. ഗാസയിലെ ആളുകളെ സഹായിക്കുന്നില്ല, ഉരുൾപൊട്ടൽ തടയുന്നില്ല, അതെ അതെ, ഭൂകമ്പം തടയുന്നില്ല, ഇല്ലല്ല, സുനാമി തടയുന്നില്ല, ഇല്ലല്ല, അവിടെ സുഡാനിൽ ആളുകൾ രക്ഷിക്കുന്നില്ല. മറ്റേ ഒരു കുട്ടി അതന്നെ ഞാൻ പറയാൻ വന്നു. ബ്രൈറ്റ് കേരളൈറ്റ് പറഞ്ഞ പോലെ കുട്ടികളെ കൊല്ലുന്നു രക്ഷിക്കണം പോലും ഇല്ല. കുഴൽ കിണറിൽ വരെ കുട്ടികളെ തള്ളിയിട്ട് കൊല്ലാണ് പഠിച്ചോൻ. പോട്ടെ എന്നാ ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് എന്നും വിളിയും കേട്ടിട്ട് അവിടെ വന്ന് ഈ മക്കയിലേക്ക് വരുന്ന ആളുകൾ അവരെ വെറുതെ വിടുന്നുണ്ടോ? ഇല്ലല്ല, അവരെ വണ്ടി ഇടിച്ച് കൊല്ലുന്നു. ഇനി ഒന്നുമില്ല, അവിടെ കടന്ന് കറങ്ങുന്ന ആളുകളെ തലയിലേക്ക് ക്രെയിൻ പൊട്ടിച്ചിട്ട് കൊല്ലുന്നു. ഒന്നല്ലെങ്കിലും ഡീഹൈഡ്രേഷൻ ആവണം. അതൊന്നും അല്ലെങ്കിൽ വെറുതെ ഡീഹൈഡ്രേഷൻ, ചുമ്മാ വെള്ളം. ഇനി ഒന്നുമില്ലെങ്കിൽ ചുമ്മാ ടെമ്പറേച്ചർ കൂട്ടിക്കളയും. കഴിഞ്ഞതിന് മുന്നത്തെ ഹജ്ജിന് 1000 പരം ആളുകളാണ് ചത്ത് മലച്ച് കിടക്കുകയായിരുന്നു അവിടെ ഹറമിൽ. അതിന്റെ വീഡിയോ, അതിന്റെ പിക്ചേഴ്സ് ഒക്കെ കണ്ടു കാണും. ശവം ഇങ്ങനെ കിടക്കുക, ആ ചുട്ടുപഴുത്ത് കിടക്കുന്ന ആ ഒരു പ്രതലത്തിൽ. എന്നിട്ട് ആളുകൾ വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് അവർ ചോദിക്കേണ്ടത് എന്താണ് ഇങ്ങനെ, എന്താണ് ഈ സൗദി ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് നിലവിളിയാണ്. അപ്പൊ എവിടെയാണ് ഈ അള്ളാഹു ചെയ്യുന്നത്? പിന്നെ ഇനി ആ കൂടി അള്ളാഹു ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ അറിയോ? തക്കാളി എടുക്കുമ്പോൾ തക്കാളി ഇങ്ങനെ മുറിക്കുമ്പോൾ അതിനകത്ത് അള്ളാഹു എന്ന് ഇങ്ങനെ അറബിയിൽ എഴുതി വെക്കും. അള്ളാഹു. പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് മുറിക്കുമ്പോൾ അതിനകത്ത് അള്ളാഹു. നമ്മൾ മറ്റേ ദോശ ചുടുമ്പോൾ ദോശ ചുട്ട് അത് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് അള്ളാഹു. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഈ അറബിയിൽ ഇങ്ങനെ സ്വന്തം പേരെഴുതി പഠിക്കലാണോ പഠിച്ചോന്റെ പണി? ഇതാണ് പണി. ഈ മേഘം, ആകാശത്ത് മേഘത്തും. ഇന്നാള് നമ്മളെ ഷിഹാബ് നമ്മളെ നടന്നിട്ട് ഹജ്ജിന് പോയൊരു ചങ്ങാതി, മൂപ്പര് ആകാശത്തേക്ക് നോക്കിയപ്പോ അവിടെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അവിടെ നിലവിളിയായിരുന്നു. അപ്പൊ മേഘം കൊണ്ട് അള്ളാഹു എന്ന് ഡിസൈൻ ഉണ്ടാക്കായി. ഇനി ഇതുകൊണ്ടാണോ ഇനി അള്ളാഹുവിന് സുനാമി തടയാൻ പറ്റാത്തത്, ഉരുൾപൊട്ടൽ തടയാൻ പറ്റാത്തത്, കുട്ടികളെയൊക്കെ ഇതേപോലെ കൊല്ലുന്നത്? അപ്പൊ ഈ അള്ളാഹുവിന്റെ പണി എന്താണ്? അതാ ഞാൻ ചോദിക്കണേ. ഇനി പോട്ടെ ഇനി ആളുകൾക്കുള്ള ദുരിതങ്ങളൊക്കെ പരീക്ഷണമാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഏത് സ്ഥലങ്ങളിലാണ് ഉള്ളത്? ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടാകുന്നത് എവിടുന്ന? ഈ ഇസ്ലാമിക അങ്ങനെയല്ലേ, ഗാസ, അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നല്ലേ, മിഡിൽ ഈസ്റ്റിൽ നിന്നല്ലേ? ഇവരെല്ലാവരും പോകുന്നത് എങ്ങോട്ടാ? ഇവര് രക്ഷപ്പെട്ടിട്ട് യൂറോപ്പിൽ. അപ്പൊ അവിടെ പോയിട്ട് ഇവര് രക്ഷപ്പെടുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോ രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ. അത് എവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്? കാഫിറിന്റെ നാട്ടില്. എന്നിട്ട് ഇസ്ലാം പഠിപ്പിക്കണം എന്താണ്? കാഫിറിന്റെ നാട് പോയി പിടിച്ചടക്കണം, അതിന് പോയി ജിഹാദ് ചെയ്യണമെന്ന്. ഇസ്ലാമികാക്കണം, എന്നിട്ട് അതും കൂടി കുട്ടിച്ചോറാക്കണം. ഇതല്ലേ പഠിപ്പിക്കുന്നത്? ഇന്നിപ്പോൾ അവിടെ ഇപ്പോൾ ഡിസംബർ മാസം തുടങ്ങി യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും, അവിടെ ജർമ്മനി, അവിടെ പല ഫ്രാൻസ്, ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റുകളെല്ലാം തന്നെ വലിയ പോലീസ് ബന്ദോബസ്തിൽ മിലിറ്ററിയൊക്കെ ഇറക്കിയിട്ടാണ്, ഈ ആൻറ്റി ടെറർ ബോളഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ അവിടെ ക്രിസ്മസിന് ആളുകൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി വരുന്നത്. ആരെ പേടിച്ചിട്ടാണ്? സംഘികളെ പേടിച്ചിട്ടാണോ? അല്ല. മറ്റേ ജൂതന്മാരെ പേടിച്ചിട്ടാണോ? അല്ല. പിന്നെ ആരെ പേടിക്കണേ? തീവ്ര ഇസ്ലാമിസ്റ്റ് ജിഹാദികളെ അല്ലേ? ഈ ജിഹാദ് എവിടുന്നാ കിട്ടുന്നത്? ഖുറാനും ഹദീസും. അപ്പോ എന്താ സത്യത്തിലൂടെ നടക്കുന്നത്? ഒരാൾക്ക് ഒരു സമാധാനം കൊടുക്കാത്ത മതം ആയതുകൊണ്ടാണോ ഇതിന് നമ്മൾ സമാധാന മതം എന്ന് വിളിക്കുന്നത്? ആണോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെയാണോ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇതിനേക്കാളൊക്കെ എത്രയും നല്ല ദൈവങ്ങൾ വേറെ ഉണ്ട്, ഒരു ഉപദ്രവം ചെയ്യാത്ത, ഇല്ലേ?
പക്ഷെ നമ്മൾ പറയാറുള്ളത് ഏകദൈവ വിശ്വാസം നമ്മളെ, എനിക്ക് അറിവ് വളരെ കുറവാണ്, നമ്മള് ഉസ്താദ്മാര് പറഞ്ഞ അനുസരിച്ചാണ് പറയണത്. ഏകദൈവം എന്നുള്ള കൺസെപ്റ്റ് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ചിർക്കാണ്. അതൊക്കെ വെറുതെയാണ്. ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടായ അന്ന് മുതലുള്ള സാധനമാണ്. ഒരു ആദ്യകാലത്തൊരു ഒരു ദൈവമുണ്ട്. ആ ദൈവം ഒരു ഈജിപ്ത്, ഒരു ബാബിലോണിയൻ ആ കാലഘട്ടത്തിലുള്ള ഒരു ദൈവമാണ്. അക്കിനട്ടൻ അങ്ങനെ കണ്ടാണ് പേര്. ആളൊരു ഏകദൈവമായിരുന്നു. ആള് സ്വയം അവകാശപ്പെട്ട ഞാനാണ് ഏകദൈവം എന്ന് പറഞ്ഞാണ് അയാൾ നടന്നത്. അപ്പോൾ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ഒരു ഗുണ്ടാതലവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ എന്താ അത്ര അത്ഭുതമുള്ളത്? ഒരു ഗുണ്ടാതലവൻ മാത്രമേ പാടുള്ളൂ എന്നുള്ളത് എല്ലാ ഗുണ്ടാതലവന്മാരും പറയുന്ന കാര്യമല്ലേ, എല്ലാ കൾട്ട് ലീഡേഴ്സും പറയുന്ന കാര്യമല്ലേ? അതിലിപ്പോ എന്താ അത്ര പുതുമയുള്ളത്? ഇപ്പൊ യഹോവയെ കുറിച്ച് എന്താണ് അവര് പറയുന്നത്? അതും ഏകദൈവമാണെന്നല്ലേ അവര് പറയുന്നത്. നമ്മളുടെ മോഡേൺ റിലീജിയനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ജൂതന്മാർക്ക് ഒരു ദൈവമുള്ളൂ, അവർക്ക് വേറെ ദൈവമൊന്നുമില്ല. പക്ഷെ അവര് മുഹമ്മദിനെ എടുത്തില്ല, അതുകൊണ്ടല്ലേ അവര് വേറെ ഇത്. അപ്പോഴോ അപ്പൊ ഏകദൈവം മാത്രം. ഇനി ഖുർആനില് ഒരു ദൈവം മാത്രമേ പാടുള്ളൂ എന്നുള്ളതിനുള്ള കാരണം പറയണ എന്താ? മൾട്ടിപ്പിൾ ആണെങ്കിൽ പ്രശ്നമാവും. രണ്ട് ദൈവം ഉണ്ടായ എന്താ കുഴപ്പമെന്നാ ഖുർആൻ പഠിപ്പിക്കുന്നത്? മൊത്തത്തില് പ്രശ്നമാവും എന്നുള്ള രീതിക്കല്ലേ? അല്ല, ആ രണ്ട് ദൈവങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുമായിട്ട് അവർ ഓടിക്കളയും, അവര് തമ്മിൽ കശപശ ഉണ്ടാവുന്ന പറയുന്നത്. ഇത്രയ്ക്ക് ചീപ്പാണോ ഈ ദൈവങ്ങൾ? ഇതാണോ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ? അല്ല. ഇതൊക്കെ ഒരു റീസണായിട്ട്, ഒരു ദൈവം പറയാൻ കൊള്ളുന്ന റീസണാണ് അതൊക്കെ. ദൈവങ്ങൾ തമ്മിൽ അടികൂടും, അവരുണ്ടാക്കിയ സാധനമൊക്കെ ഇട്ട് ഓടും. എങ്ങോട്ട് ഓടുന്ന ഈ പറയണേ? ആണോ? ഇനി പോട്ടെ, ഈ ദൈവം പറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെയാണ്? അടിമയെ പൂശാൻ പറയുന്നു, യുദ്ധം ചെയ്യാൻ പറയുന്നു, ജനങ്ങളുടെ മനസ്സിൽ ഭയമിട്ട് കൊടുക്കും, അന്നേരം അവരുടെ പെരടിക്ക് നോക്കി വെട്ടണം എന്ന് പറയുന്നു, അവരുടെ കൈകാലുകൾ വിപരീത ദശയിൽ നിന്ന് വെട്ടണം എന്ന് പറയുന്നു, അടിമകളെ ഗോത്രം കൊള്ളയടിക്കാൻ പറയുന്നു, അതേപോലെ ഭാര്യയെ തല്ലാൻ പറയുന്നു, അടിമയും ഉടമയും ഒന്നുപോലെയല്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു ദൈവത്തിന് പറയാൻ കൊള്ളുന്ന കാര്യങ്ങളാണോ? നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും ഇല്ല. ഇനി പോട്ടെ, ഈ മുഹമ്മദ് നബി തന്നെ എന്തെല്ലാം കൊള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറയാണ്, അതായത് അള്ളാഹു എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ നമ്മൾ വിശ്വസിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ മൊത്തം മുസ്ലിങ്ങൾ നമ്മൾ എടുത്താൽ ഇതിൽ ഏറ്റവും ആദ്യം ഇത് വിശ്വസിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ഒരു കൃത്യമായ ഒരു മോറൽ ജീവിതം നയിക്കേണ്ട ആളാരാണ്? മുഹമ്മദ് നബി അങ്ങനെയാണോ ജീവിച്ചത്? പക്ഷെ ഇവർ ഇത് പറയണില്ല. അതായത് അല്ല, മുഹമ്മദ് നബി അങ്ങനെയാണോ ജീവിച്ചത്? അല്ല, ഈ അടിമയും കാര്യങ്ങളും മറ്റേ മാര്യത്തിൽ കിഫ്തിയുടെ കേസ് അതൊക്കെ വിടും. കൊള്ളയടിച്ചിട്ടില്ലേ മുഹമ്മദ് നബി? ഇല്ലേ? ബദർ കൊള്ള നടത്തിയിട്ടില്ലേ? മുഹമ്മദ് നബി ഈ ചെയ്യുന്ന സാധനങ്ങൾ കണ്ടിട്ട് ആയിഷ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പടച്ചോൻ, നിങ്ങളുടെ നാഥന് നിങ്ങൾക്ക് പെണ്ണുകൂട്ടി തന്നെ എന്തൊരു തിടുക്കമാണെന്നാ ചോദിച്ചത്. നമ്മുടെ നാഥൻ എന്നല്ല പറഞ്ഞത്, യുവർ ലോർഡ് എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താണ് അവിടെ ആയിഷക്ക് വിശ്വാസമില്ല എന്നാണ് ഷിയാക്കൾ പറയണത്. ആയിഷ ഒരു അവിശ്വാസിയായിരുന്നു വരെ ഷിയാക്കൾ പറയുന്നുണ്ട്. അപ്പോഴോ? കാരണം ആയിഷയുടെ പല ഹദീസുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിഷയ്ക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല എന്നുള്ളത് നമുക്ക് തന്നെ തോന്നും. പല ഹദീസുകളിലും ആയിഷ ഉപയോഗിക്കുന്നത് യുവർ ലോഡ് എന്നുള്ള രീതിയിലാണ്. അതായത് മുഹമ്മദ് നബിയുടെ പടച്ചോൻ. ഇപ്പൊ നമ്മളിപ്പോ പറയുമ്പോൾ നമ്മൾ പോലും ഇപ്പോൾ എക്സ് മുസ്ലിം ആയിട്ട് പോലും ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പടച്ചോന്നല്ലേ നമ്മൾ പറയില്ല. ആയിഷ പറഞ്ഞ എൻ്റെ പടച്ചോന്നാണ്. അതെങ്ങനെ ശരിയാവുക? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നിന്റെ യഹോവ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കാരണം യഹോവ നമ്മുടെ അല്ല, അത് അവരുടെയാണ്. നിന്റെ യേശു അല്ലെങ്കിൽ നിന്റെ ശിവൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അത് അവരുടെ ദൈവമാണ്, നമുക്ക് വിശ്വാസമില്ല. അതല്ലേ അവിടെ വരുന്നത്. അപ്പൊ ആയിഷ എന്തിനാണ് നിങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ അള്ളാഹു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ആയിഷക്ക് ഇതൊരു എന്താണ്? ആയിഷ മുഹമ്മദ് നബിയുടെ എല്ലാ കള്ളത്തരം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല്, ഈ മൊത്തം മുസ്ലിങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ സാധനം മനസ്സിലാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ട വ്യക്തി മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി പോലും അങ്ങനെയല്ല ജീവിച്ചിട്ടുള്ളത്. പിന്നെ അത് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതില്ല. ഞാൻ വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പോ എന്താണ് മുഹമ്മദ് നബി അങ്ങനെയല്ല ജീവിച്ച് പറയുമ്പോഴേ ഏകദേശം ഇപ്പൊ അടിമയുടെ കാര്യമാണെങ്കിലും യുദ്ധമാണെങ്കിലും സ്ത്രീ വിരുദ്ധത അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോഴും ഇവിടെ പറയുന്നില്ല മക്കയിൽ മറ്റേ മുഹമ്മദ് ഈ തൗഹീദ് നിർത്തുകയാണെങ്കിൽ നമുക്ക് അനക്ക് കള്ളും പെണ്ണും എന്താന്ന് വെച്ചാ തരാ, ഈ ഒന്ന് നിർത്തുവോ തൗഹീദ് എന്ന് പറയണില്ലേ? അപ്പൊ മുഹമ്മദ് നബി പറയണില്ലേ ഈ എന്താണ് മേലുള്ള ചന്ദ്രനെ തന്നാലും ഞാൻ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറൂലെന്ന്.
അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തൗഹീദ് മൂപ്പർക്ക് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. പക്ഷെ മൂപ്പര് തൗഹീദ് നിർത്തിയല്ലോ ഒരിടയ്ക്ക്. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആർക്ക് വേണേലും പറയാം. പക്ഷെ മുക്കോക്കിസ് രാജാവിനെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സന്ദേശം അയച്ചപ്പോൾ മുക്കോക്കിസ് രാജാവ് ഒരു സാധനം തിരിച്ചു കൊടുത്തു വിട്ടു. അത് വാങ്ങിച്ച് മുഹമ്മദ് നബി വീട്ടിലിരുന്നു. മുക്കോക്കിസ് രാജാവിനെ തൗഹീദിലേക്ക് വിളിച്ചിട്ടില്ല. എന്താണ് മുക്കോക്കിസ് രാജാവ് കൊടുത്തത്? എന്താ? 2 അടിമയും കുറച്ച് സ്വർണം, പെണ്ണ്. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞ എന്താണ് ഉദ്ദേശിച്ചത്? എന്റെ വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ചാ ഞാൻ തൗഹീദിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ ആള് വലത്തെ കയ്യിൽ ഒരടിമയെ ഇടത്തെ കയ്യിൽ മറ്റൊരു അടിമേനെ വെച്ചു കൊടുത്തപ്പോ പരിപാടി നിർത്തിയില്ലേ? അപ്പൊ മുഹമ്മദ് നബി തൗഹീദ് ഉറപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ മുക്കോക്കിസ് രാജാവിന് സന്ദേശം അയച്ചിട്ട് മുക്കോക്കിസ് രാജാവ് അടിമയെ കൊടുത്ത് പെണ്ണിനെ കൊടുത്ത് വിടുമ്പോ നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള ഒരു മുഹമ്മദ് നബി ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് സത്യത്തില്? What did you think about me? Do you think that I am a pimp? എന്നും പറഞ്ഞ അവിടെ അപ്പൊ തന്നെ പോയിട്ട് മറ്റേ യുദ്ധം ചെയ്യല്ലേ വേണ്ടത്. മുഹമ്മദ് നബി അത് ചെയ്തോ? ഇല്ല. എന്താ ചെയ്തത്? കൊള്ളാം, അടിമ കൊള്ളാം. ആ അടിമ ഒരെണ്ണത്തിന്റെ കൂടെ വെച്ചു, ഒരെണ്ണത്തിന് വേറെ ആൾക്ക് കൊടുത്തു വിട്ട ബാക്കി സ്വർണവും സാധനമൊക്കെ അത് പോക്കറ്റിലാക്കുകയും ചെയ്തു പൂട്ടടിച്ച്. ഇതാണോ തൗഹീദിന് വേണ്ടി ഇറക്കി വിട്ട പ്രവാചകൻ ചെയ്യേണ്ട കഥ? അല്ല, പക്ഷെ മക്കേൽ അങ്ങനെ പറയാൻ കാരണം എന്താ? അത് എന്താ, എനിക്ക് പെണ്ണാ വേണ്ടി അപ്പ മേടിക്കായിരുന്നു. കയ്യിൽ മുഹമ്മദ് നബി വളരെ വീക്കായിരുന്നു. അതുകൊണ്ട് അതായത് അവിടെ ഒരു ആളുകളുടെ ഇടയിൽ ഒരു ഇംപ്രഷന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു നേതാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ സമയത്ത് അവർ പലതും അങ്ങനെ പറയില്ലേ? ഇതിപ്പോ നമ്മളുടെ മറ്റേ LDF ഒരാളെ UDF ചാടിക്കണ പോലെയാണോ? എങ്ങനെ? അതായത് 2 പാർട്ടി തമ്മില് എനിക്ക് പൈസ വേണമെങ്കിൽ പൈസ തരാം, ഇങ്ങോട്ട് വായോ എന്ന് പറയണ പോലെയാണോ? ഏതാണ്ട് അതൊക്കെ തന്നെയല്ലേ ഒരു പൊളിറ്റിക്കൽ എന്നുള്ള കൺസെപ്റ്റ്, ഒരു ജിയോ പൊളിറ്റിക്സ്. പെണ്ണിനെ വെച്ചിട്ടല്ലേ എന്തു തന്നെ ആയിക്കോട്ടെ. തൗഹീദിനെ വിളിക്കുന്ന ആള് പെണ്ണിനെ കിട്ടിക്കഴിയുമ്പോ തൗഹീദ് നിർത്തുന്നത് ശരിയാണോ? ഒരിക്കലും ഇല്ല. അത് തന്നെ പൊളിഞ്ഞില്ലേ ഈ സാധനം? ആ മുക്കോക്കിസ് രാജാവ് പെണ്ണിനെ കൊടുത്തു വിടുമ്പോൾ മുഹമ്മദ് നബി അതിനെ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. മാര്യത്തിൽ കിബിത്തിനെ വെക്കുക മാത്രമല്ല, ആ മാര്യത്തിൽ കിബിത്തിനെ പൂശാൻ വേണ്ടിയിട്ട് ഹഫ്സേനെ നുണ പറഞ്ഞു വിട്ട് എന്നിട്ട് ആ ഗ്യാപ്പിലിട്ട് പൂശിയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആയത്ത് ഇറങ്ങിയത് അതിനുവേണ്ടി ആയത്ത് ഇറക്കി. അതാ രസം. അപ്പൊ തൗഹീദ് പൊളിയാ മാത്രമല്ല, പിന്നെ അത് വെച്ച് നടന്നിട്ടുള്ള എല്ലാ പൊല്ലാപ്പും വേറെ കിടക്കാണ്. ഇതാണോ ഈ പറയുന്ന ദൈവം ഈ പ്രവാചകൻ കൂടി ചെയ്യുന്ന മാതൃക എന്ന് പറയുന്നത്? നമുക്കിതിൽ എന്ത് മാതൃകയുള്ളത്? ഇപ്പൊ മുക്കോക്കിസ് രാജാവിനെ മതത്തിലേക്ക് ക്ഷണിച്ച മാതിരി നമ്മളിപ്പോ വേറെ ആളെ ക്ഷണിക്കുമ്പോൾ അയാൾ നമുക്ക് ഇതേപോലെ ഒരു 10,000 രൂപ ഇട്ട് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പെണ്ണ് കൂട്ടി തന്നാൽ നമ്മൾ അത് സ്വീകരിക്കുന്നതിൽ എന്ത് തെറ്റാവുള്ളതെന്നുള്ള ഒരു സന്ദേശമാണോ ഈ ഒരു സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, നമ്മളെ ആദർശത്തിന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ ഉറച്ചിക്കല്ലേ. അപ്പൊ മുഹമ്മദ് നബിക്ക് ആദർശത്തിൽ ഉറപ്പുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ആലോചിക്കുമ്പോ ആ രീതിക്കില്ല, ഉറപ്പില്ല. ഇത് തന്നെയാണ് അതിന്റെ പ്രശ്നം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ സാധനം മനസ്സിലായത്. അപ്പൊ ഇത് എന്താ ഇതിന്ന് മനസ്സിലാവുന്നത്? ഈ അള്ളാഹു എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണെന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാവുന്നത്. പിടികിട്ടിയോ? അതാണ് ഇതിന്റെ ആകത്തുക. മുഹമ്മദ് നബിയുടെ കാര്യങ്ങൾ നടപ്പിലാക്കുക. ഇപ്പോൾ അതിനൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ടല്ലോ വേറെയും. ഒരു ഉദാഹരണം, മുഹമ്മദ് നബി സെയ്ദിന്റെ അതായത് വളർത്തു മകന്റെ ഭാര്യയെ കല്യാണം കഴിച്ച അവസ്ഥ അറിയാലോ? അതിന്റെ ആദ്യ രാത്രിയുടെ അവസ്ഥ കഥ കേട്ടിട്ടുണ്ടോ? ഖുറാനിൽ തന്നെ ഉള്ള അതായത് നിങ്ങളെല്ലാരും പിരിഞ്ഞു പോകണം, ആകാശത്തേക്ക് വെച്ചത്. അതായത് ഇപ്പൊ ഇയാള് കല്യാണം കഴിക്കുന്നു, ആദ്യ രാത്രിയുടെ സമയമാകുന്നു, കൂട്ടുകാരെല്ലാരും വന്ന് സോറയും പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇയാൾക്കൊരു നാണം ഉണ്ടാവില്ലേ പറയാൻ? പോടാ, എനിക്ക് പോയി കിടന്ന് ഉറങ്ങണടാ, അവനിപ്പോ മൂടായി, അവനിപ്പോ മുട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞ് നാട്ടുകാർ കളിയാക്കും. ഇത്രയും കാലം നമ്മളെ കൂടെ ഫ്രണ്ട്സിനെ അങ്ങനെ ഒഴിവാക്കുക, ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ വരും. ചീത്തപ്പേരും ഒരു കളിയാക്കലുണ്ടാവും, അതുണ്ടാവും, ഒരു ജാളിയത. അപ്പൊ ഇനിയിപ്പോ അഥവാ പോകാൻ പറഞ്ഞ ഒരു സൈക്കിളിൽ നിന്ന് വേണേ ചിരിയായിട്ട് അവിടെ നിൽക്കും. ഇതെല്ലാം ഉണ്ടാവുക. ഇത് മുഹമ്മദ് നബിക്ക് ഉണ്ടായി. അപ്പൊ മുഹമ്മദ് നബി എന്ത് ചെയ്തു? ഉടനെ തന്നെ അള്ളാഹുവിനെ കൊണ്ട് ആയത്ത് ഇറക്കിപ്പിച്ചു. മുഹമ്മദിന് അത് പറയാൻ നിങ്ങളോട് വലിയ ലജ്ജയാണ്, പക്ഷെ എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് കത്തൂല. അപ്പൊ പിന്നല്ലാണ്ട് ഇതല്ലേ ഞാൻ ചോദിക്കണേ. അപ്പൊ അങ്ങനെ ഒരു ആയത്ത് ഇറക്കണം എന്നുണ്ടെങ്കിൽ അതെന്താ അള്ളാഹുവാണ്?
ഇനി പോട്ടെ, ഇത് ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ള കിതാബാണെന്നാ പറയണത്. ഈ ആയത്ത് ഖുറാനിലുള്ളത് കൊണ്ട് നമുക്ക് എന്താ ഗുണം? ആദ്യ രാത്രി ഫ്രണ്ട്സ് കൂടരുത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ്. അങ്ങനെ എടുത്തു. അല്ലാതെ എന്താ പോയിന്റ് കിട്ടുക? എന്താ അതിന് പോയിന്റ് ഉള്ളത്? ഇതല്ലാതെ. ആ ഇനി വേറൊരെണ്ണം ഇതേപോലെ, നിങ്ങൾ ഇനി മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ കാണിക്ക വെക്കണം എന്ന് പറഞ്ഞിട്ടൊരായത്ത്. അപ്പോൾ കാണിക്ക വെക്കാൻ ഉള്ള ആയത്ത് ഇറങ്ങി. അതിന്റെ പേരിൽ ഇനി മുഹമ്മദ് നബീനെ ആരെങ്കിലൊക്കെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ വരാണ്ടായി. ആളുകൾ വരാണ്ടായപ്പോൾ മുഹമ്മദ് നബി എന്നെ അലിയുടെ അടുത്ത് എല്ലാ അലി ഇതിപ്പോൾ നമ്മളിപ്പോൾ ആയത്തിറങ്ങി കുടുങ്ങിയോ, ആരും വരുന്നില്ലല്ലോ എന്നായി. ആകെ കൂടി പോയി കണ്ടത് തന്നെ അലിയാണ്. അലീന്റെ കയ്യിൽ എന്തോ ഒരു നാണയം ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് ഒന്ന് മുഹമ്മദ് നബീനെ കാണുകയും ചെയ്തു. അങ്ങനെ അവസാനം ഇത് ആരും വരാണ്ടായപ്പോൾ അടുത്ത ആയത്തിറങ്ങാണ്, ഇനി വേണ്ട, ഇനി നിങ്ങളൊന്നും കൊടുക്കണ്ടെന്ന്. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാവണത്? ഇനി ഇത് മാത്രമല്ല, ഇത് ഇന്ന് ഖുറാനിലുണ്ടല്ലോ, ഇതിൽ നിന്ന് നമുക്കെന്താ ഗുണം? നമുക്ക് വല്ല ഗുണമുണ്ട് അതിൽ നിന്ന്? മറ്റേതിപ്പോൾ കൂട്ടുകാർ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണെന്നെങ്കിൽ നമുക്ക് പറയാം. അള്ളാഹു ഖുറാനിൽ വരെയുണ്ട് ആദ്യ രാത്രിയിൽ ഇങ്ങനെ സ്വറ പറയരുത് നമുക്ക് പറയുന്നത്. ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത്? ഇനി ഈ ഹദീസ് വെച്ചിട്ട് അലി പറഞ്ഞു നടക്കുന്ന ഒരു സാധനം വരെ ഉണ്ട്. ഖുറാനിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് എനിക്ക് വേണ്ടി മാത്രം പടച്ചവൻ ഇറക്കിയതാണെന്നുള്ള രീതിയിലാണ് അലി പറഞ്ഞ് വീമ്പിളക്കിയിരുന്നത്. കാരണം ആ ആയത്ത് ഉപകാരപ്പെട്ട, ലോകത്ത് ഇത്രയും മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് ഉപകാരപ്പെട്ടത് അലിക്ക് മാത്രമാണ്. കാരണം എന്താ, അലി മാത്രമേ ആ പൈസ വെച്ച് കാണാൻ പോയുള്ളൂ. വേറെ ആരും വന്നില്ല എന്ന് വന്നപ്പോൾ ആയത്ത് റദ്ദാക്കുകയും ചെയ്തു. അതായത് ആ ആയത്ത് റദ്ദാക്കിയതും ഇറക്കിയതും രണ്ടും അതിനകത്തുണ്ട്. അപ്പൊ പിന്നെ എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? ഇത് ഇന്ന് ഇവിടെ ഓതുന്നതിൽ എന്താ കാര്യം? ഇനി തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്, ഈ അബൂലഹബിന്റെ 2 കൈകളും നശിച്ചു പോട്ടെ, ഖുറാനിൽ ഉള്ളതാണ്, ഇന്നുള്ളതാണ്, റദ്ദാക്കിയിട്ടില്ല. നമ്മളത് ഇങ്ങനെ നിസ്കാരത്തിലൊക്കെ ഓതുന്നു. എന്താ അതിന്റെ ഉദ്ദേശം? അത് ഇന്ന് ഖുറാനിലുള്ളത് കൊണ്ട് എന്താ ഗുണം? ആ പ്രവചനം ഫലിച്ചോ? ഈ അബൂലഹബിന്റെ ആ കൈകൾ നശിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം, ആ പ്രവചനം ഫലിച്ചോ? അതുമില്ല. ഫലിച്ചു എന്നല്ലേ പറയണത്? അവര് പറയാ അങ്ങനെയൊന്നുമില്ല. അതായത് അബൂലഹബ് ഈ എന്താണ് സൂറത്ത് ഇറങ്ങിയിട്ടും പിന്നെയും എന്താണ് ഇസ്ലാമിലോട്ട് വന്നിട്ടില്ല. അബൂലഹബിന് ഒരു പേരുണ്ടെങ്കിൽ ഇസ്ലാമിലോട്ട് വന്നൂടെ? അതാണ് ഖുർആനിന്റെ അമാനുഷികത എന്നുള്ള രീതിക്ക് പറയുന്നത്. വന്നിട്ടില്ല. അപ്പൊ അതാണല്ലോ ഖുർആന്റെ ഒരു അമാനുഷികത എന്നുള്ള ലെവലില്. അതായത് അയാള് സമാധാനമായിട്ടല്ല മരിച്ചത്, അയാൾ അങ്ങനെ അളിഞ്ഞൊന്നുമല്ല മരിച്ചത്. അപ്പോഴോ അയാളെ തലക്കടിച്ചിട്ട് അങ്ങാണ്ട് കൊന്നിട്ടാണ് അയാൾ മരിക്കണത്. അങ്ങനെ തലക്കടി കൊണ്ടിട്ട് കുറെ നാൾ അവിടെ കിടന്നു, അല്ലാതെ അസുഖം ബാധിച്ചൊന്നല്ല മരിച്ചത്. ഇവര് പറയുന്ന പ്രകാരം അസുഖം ബാധിച്ച് മരിക്കണം എന്നാ പറയുന്നത്. പക്ഷെ ഏതോ ഒരു യുദ്ധത്തിൽ അയാൾക്ക് തലക്കെന്തോ അടി കിട്ടോ അങ്ങനെ എന്തോ ചെയ്ത് അങ്ങനെയാണ് അയാൾ കിടന്ന് മരിക്കുന്നത്. അപ്പോഴോ അപ്പൊ ഇന്ന് ഓതുന്നതിൽ അർത്ഥം അത് ഇന്ന് ഓതുന്നതിൽ എന്താ മാനവരാശിക്ക് മൊത്തം മാർഗദർശനം. നിങ്ങൾ അതായത് പ്രാക്കൊക്കെ ഒരു മാർഗദർശനമാണോ? പോട്ടെ ഒരു ദൈവത്തിന് എന്തിനാ പ്രാകേണ്ട കാര്യമുള്ളത്? അബൂലഹബിനെ ഇനിയിപ്പോ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുന്ന് പറഞ്ഞാൽ പോരെ, നശിപ്പിക്കാൻ. ഇതുപോലെ പ്രാകേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെ ജബ്ബാർ മാഷാരുടെ ഒറ്റ കുൻ പോരെ. ആ കുന്നുണ്ടാക്കി ഇത്രയും വലിയ മനുഷ്യന്മാരുണ്ടാക്കാണെങ്കിൽ ഒരു കുൻ പറഞ്ഞ ഒരാൾ ഇല്ലാണ്ടാക്കാനാണ് പാട്? ഇല്ല. അപ്പോ എന്നിട്ട് അത് പ്രാക്ക് ഫലിച്ചോ? അതുമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ പ്രാഗാണ്, ഇതേപോലെ പ്രാഗണം എന്നുള്ളതാണോ ഇതിന്റെ മാതൃക? അപ്പൊ പ്രാഗാൻ പഠിപ്പിക്കുന്ന ഒരു മതമാണോ ഇസ്ലാം? ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് ഓതുന്ന സൂറത്തുകളിൽ ഏറ്റവും കൂടുതൽ ഓതിയിരുന്നൊരു സൂറത്തായിരുന്നത്. ഇത് ഞാൻ ഓത്ത് നിർത്തി ആദ്യം. എനിക്ക് തന്നെ ഒരു ഇല്ലോജിക്കലായിട്ട് തോന്നിയപ്പോൾ ഞാൻ ആദ്യം ഈ സൂറത്താണ് ഓത്ത് നിർത്തിയത്, ഉള്ള കാര്യം പറയുകയാണെങ്കിൽ. ഇത് ഓതുന്നതിനോട് എന്താ കാര്യമുള്ളതെന്നായി തോന്നല്. ഇതാണ് കഥ. അതേപോലെയാണ് അതേപോലെ പലതും ഈ പറയുന്ന പോലെ ഈ ഫാത്തിഹയിലടക്കം വഴിപിഴച്ചവർ, ദുർമാർഗികൾ എന്നൊക്കെ ബാക്കിയുള്ള ആളുകൾ വിളിക്കുന്നു. അതെങ്ങനെ ശരിയാവുക? തെറി വിളിക്കുന്നു, തന്തയില്ലാത്തവെന്ന് വിളിക്കുക, തുമ്പിക്കൈ മൂക്കുള്ളവൻ എന്ന് വിളിക്കുകയാണ് അള്ളാഹു. ബോഡി ഷെയ്മിങ്. ഈ തുമ്പിക്കൈ മൂക്ക് ഈ പയ്യന് മനുഷ്യന് ആരാ കൊടുത്തത്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന് തുമ്പിക്കൈ മൂക്ക് കൊടുത്തിട്ട് അള്ളാഹു എന്നെ കളിയാക്കുക. എന്തപ്പത്? അപ്പൊ ഒരു ദൈവം ദേഷ്യപ്പെടുന്നത് ശരിയാണോ? എങ്ങനെയാണോ? ഒരു ദൈവത്തിന് എന്താ ദേഷ്യപ്പെടേണ്ട, പ്രാകേണ്ട ഒക്കെ കാര്യം എന്താ ഉള്ളത്? ഒരു കാര്യമില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കുഴപ്പം.
കംപ്ലീറ്റ് ഉടായ്പാണ് ഈ സാധനം. ഇത് മുഹമ്മദ് നബിയുടെ ഇത് ഈ ഖുറാനിൽ നിങ്ങൾ എഴുതി വെച്ച സാധനം വായിച്ച് ഇതൊരു മനുഷ്യന്റെ വികാര വിക്ഷോഭങ്ങളുള്ള ഉള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ദേഷ്യം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ വിശ്വാസം മുഴുവൻ പോയിട്ടില്ല രീതിക്കല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോ മുഹമ്മദ് നബിക്ക് ഇപ്പോ യുദ്ധം മറ്റേ കൊള്ള അങ്ങനത്തെ രീതിക്ക് അല്ലെങ്കിൽ സ്ത്രീ ആ രീതിക്ക് പോണെന്നാണെങ്കിൽ ഇപ്പൊ അങ്ങനെ പോയാ പോലെ ഈ നിസ്കാരം പിന്നെ നോമ്പ് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. കാരണം 5 നേരം നിസ്കരിക്കണം, സുന്നത്ത് ഫർള് അങ്ങനെ പിന്നെ രാത്രി ആയിഷനെ പറയുന്നുണ്ട് തോന്നുന്നു, എന്തിനാ മുഹമ്മദ് നബി ഇങ്ങനെ നിസ്കരിക്കണ, കാലില് നീര് വരെ വന്നില്ല. അപ്പൊ ഞാനല്ല ആയിഷ കൂടുതൽ മറ്റേ എന്താണ് കൂറുള്ളവരാണ് അടിമാന്നുള്ള രീതിക്ക് എന്താ ചോദിക്കണത്. അപ്പൊ ഇങ്ങനൊക്കെ കാണിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അതായത് നിസ്കാരം എന്തിനാണെന്നുള്ളത്. അതെ അതെ, കാരണം ഇങ്ങനെ ഒരു ഇത് ഈ സാധനം കൊണ്ടുവരേണ്ട കാര്യമല്ലല്ലോ ഒരു കൾട്ടാണെങ്കിൽ. സ്വാഭാവികമായിട്ടും അത് അടിസ്ഥാനപരമായിട്ട് മുഹമ്മദ് നബി ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. കുറച്ച് അന്ധവിശ്വാസങ്ങളുള്ള ആളാണ്. അതായത് പിശാജ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വിശ്വാസമുണ്ട്, ജിന്നിൽ വിശ്വാസമുണ്ട്, സിഹറിൽ വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഇതെല്ലാം ഉള്ള ആളാണ്. അപ്പോൾ അവരുടെ ഒരു കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു സമൂഹത്തിൽ ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത്. അതാണ് അവിടെ ചെയ്തുള്ളത്. അതുകൊണ്ടല്ലേ പുള്ളി 5 വക്ത് ആക്കി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഉടായ്പല്ലേ ഈ മറ്റേ യാത്ര പോയി എന്ന് പറയുന്നത്. അത് കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. അതല്ലേ 50ഒന്നും ഇല്ല, പുള്ളി ഇത് പറയല്ലേ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇത് പുള്ളിക്ക് ആകെ 5 ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഒരു കാരണം കണ്ടെത്തുന്നല്ലേ ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് അല്ല. അപ്പോഴും ഞാൻ ആലോചിക്കണതേ, ഇപ്പൊ നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും നല്ല വിശ്വാസമുള്ള കാലത്ത് സുബിക്ക് ഇടയ്ക്ക് എണീക്കാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പൊ ഈ സുബിഹി തഹജ്ജുദൊക്കെ എന്തിനാ കൊടുന്ന ഒരു കൺസെപ്റ്റ്, ഈ രാവിലെ ഉച്ചക്ക് രാത്രി അങ്ങനെ ഒരു റൗട്ടീൻ പോലെ. ഇപ്പോ നിങ്ങളൊരു ഇപ്പൊ നമ്മളിവിടെ മോദിനെ കുറിച്ച് പറയാറുണ്ട്. മോദി തീരെ ഉറങ്ങാറില്ല എന്നാ പറയാ. അതെന്താ ഉറങ്ങാത്ത? പുള്ളി ഒരു നേതാവാണ്, ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സാധനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരുമോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ? ഇല്ലല്ല. അപ്പോൾ കുറേ സാധനങ്ങൾ ചെയ്യാനുള്ള ഒരാളാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ. അതിലേറ്റവും മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ അണികളെ മുഴുവൻ കൂടെ നിർത്തണം, അവരുടെ മുന്നിൽ പ്രവാചകനാണെന്ന് കാണിച്ചുകൊണ്ടേയിരിക്കണം, ഇമേജ് അവിടെ സംരക്ഷിക്കണം. ഇതാണ് പ്രശ്നം. ആ ഇമേജിന് എന്തൊക്കെ ചെയ്യണം? ഇവിടെ സ്വാമിമാർ ചെയ്യുന്നില്ല, എന്തെല്ലാം ചെയ്യുന്നു. ഇപ്പോൾ നിത്യാനന്ദ സ്വാമി അതുപോലെ പല സ്വാമിമാരും ഇവിടെ പലതും ചെയ്തു കൂട്ടുന്നില്ലേ? എന്തെല്ലാം കഷ്ടപ്പാടാണ് അവർ ചെയ്യണത്. വല്ല ആവശ്യം ഉണ്ടായിട്ടാണോ? അത് ഈ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ കെട്ടുകാഴ്ചകളുടെ ഭാഗമാണ് ഈ നിസ്കാരവും നോത്തും ഇത് ജാതിയുള്ള എല്ലാ സാധനവും. പിന്നെ നമ്മൾ പറയണ മാതിരി നോമ്പൊന്നും മുഹമ്മദ് നബി ഇങ്ങനെയൊന്നും എടുത്തിട്ടില്ല, അത് വേറെ കാര്യം. റമദാൻ മാസത്തിൽ നിന്ന് കുറച്ച് നോമ്പ് എടുക്കുക എന്നുള്ളതേ ഖുറാനിലുള്ളൂ. 30 ദിവസം നോമ്പ് എടുക്കണമെന്ന് എവിടെയില്ല. ഇല്ല, അതൊരു പറ്റിക്കലാണ്. അപ്പൊ ഇതെങ്ങനെ ഇപ്പൊ വന്നത്? പറഞ്ഞു അങ്ങനെ ആയതാണ്. റമദാൻ മാസത്തിൽ കുറച്ച് നോമ്പുകൾ എടുക്കുക എന്നുള്ളതാ പറയുന്നത്. മുഹമ്മദ് നബി 30 ദിവസം നോമ്പ് എടുത്തൊന്നും എവിടെയില്ല. അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഖുറാനിൽ എഴുതി വെച്ചത് വായിച്ചാലും അതിന്റെ അർത്ഥം അങ്ങനെയാണ്, കുറച്ച് നോമ്പ് എടുക്കുക, അതാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം 30 എടുക്കും. ചില ആൾക്കാർ ചില മദ്ഹബിൽ 30 ഉണ്ടെന്ന് പറയും, ചിലവരില്ല എന്ന് പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കളിക്കും. തറാവി എന്താ പറയാ, ഇത്ര ഇല്ലല്ലോ, 8 റക്കാത്തല്ലേ ഉള്ളൂ, 11 റക്കാത്തല്ലേ ഉള്ളൂ അല്ലേ? അല്ല അങ്ങനല്ല, 30 ദിവസമല്ലേ ഖിയാമുൽ ലൈൽ എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. അതാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ വളരെ എന്താ പറയാ സംശയത്തിന്റെ ഒരു കണികളുള്ള സാധനം. അതല്ല ഈ സുന്നികൾ ജമാഅത്തുകൾ തമ്മിൽ ഇപ്പോഴും തീരാത്തത്. 23 വേണോ 12 വേണോ 8 വേണോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അടിയാണ്. തുനൂത്ത് വേണോ, ഇതിലൊന്നും ഒരു ഏകീകരണം ഇല്ലാത്തതിന്റെ കാരണം തന്നെ ഇതൊക്കെ കൺഫ്യൂഷനുള്ള സാധനങ്ങളാണ്. അതും ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഇതിന്റെ 2 ഭാഗത്തുണ്ട്. അതായത് ഒരു ഭാഗത്ത് കണ്ട് വിശ്വാസം ഇങ്ങനെ ഡൈവർജന്റ് ആയി പോവുക, ഈ വിശ്വാസത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോവുക. അവിശ്വാസത്തിനുള്ള കാര്യങ്ങളെ ഇപ്പോ മുഹമ്മദ് നബിനെ പറയുന്നില്ലേ, ഇത് ഭാവിയിൽ ഒരു 72-73 കൂട്ടാവുന്നു. അത് ഒറ്റൊന്നായ പോലെ. അതെ, അതിലൊരു ത്രില്ലല്ലോ. കാരണം 72-ൽ 1 മാത്രം സ്വർഗത്തിലെന്നും പറയുമ്പോ അതെ, അപ്പോ അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിയെങ്കിൽ പുള്ളി ഒരു സമ്പന്നനാവുണ്ട്. ചില ദിവസങ്ങളിൽ പുള്ളിക്ക് മറ്റേ കഴിക്കാൻ കാരക്കല്ലാന്നിട്ട് ഇന്നാന്നും സുന്നത്ത് നോമ്പ് എടുക്കാല ഐഷ എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുമ്പോ അതൊരു പുള്ളി എന്താണ് സമ്പത്ത് ഇല്ല എന്നുള്ള രീതിക്കല്ലേ എത്തുന്നത്. സമ്പത്ത് ഇല്ലാത്തോണ്ടല്ലേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിരുന്നത്.
അല്ല യുദ്ധം ചെയ്ത സമ്പത്ത് വേണ്ടേ? ഇപ്പൊ ഗബ്ബർ സിംഗ് കോടീശ്വരനായിരുന്നോ? അല്ലല്ല. വീരപ്പൻ കോടീശ്വരനായിരുന്നോ? അല്ലല്ല. അന്നത്തെ കാര്യം ചിലപ്പോ നടന്നിട്ടുണ്ടാവും. അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്, സമ്പന്നനാവാൻ വേണ്ടിയിട്ടല്ല. അത് എങ്ങനെ ഇത് തമ്മിൽ കമ്പയർ ചെയ്യണത്? കുറെ കൊള്ളയടിക്കും, പിടിക്കും, വീതം വെക്കും, ആളുകൾ വേണമല്ലോ കൂടെ നിർത്താൻ. ഈ കൊള്ളയടിക്കുന്ന മുഴുവൻ ഒറ്റയ്ക്കല്ലല്ലോ എടുക്കണം, 5-1 കിട്ടുള്ളൂ. ആ ബാക്കിയുള്ളവരും കൊടുക്കണ്ടേ? ഒറ്റയ്ക്ക് പോയിട്ട് എന്തായാലും കൊള്ളടിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലല്ല. അപ്പോൾ നിങ്ങൾ ഒരു ഗോത്രം കൊള്ളടിക്കുന്നു, കുറെ സാധനങ്ങൾ എടുക്കുന്നു, വിൽക്കുന്നു, പുട്ടടിക്കുന്നു, തീരുന്നു, വീണ്ടും കൊള്ളയ്ക്ക് പോകുന്നു. ഇതന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. ഇത് ചാവണ വരെ ചെയ്തോണ്ടിരിക്കും. അതന്നെ. അപ്പൊ പിന്നെ എങ്ങനെ സമ്പത്ത് ഉണ്ടാവുക? അങ്ങനെ ആലോചിക്കുമ്പോ ഉണ്ടാവില്ല അല്ലേ? ഈ പറയുന്ന ഏതെങ്കിലും കൊള്ളക്കാർ ഇത്രയും വലിയ സമ്പത്തുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, എന്റെ മൈൻഡിൽ തീരെ വരുന്നില്ല ആലോചിക്കുമ്പോ. ആരോ ഉള്ളത്? കൊള്ളക്കാരൊന്നും തന്നെ അവർ സമ്പന്നരാകാൻ വേണ്ടിയിട്ടല്ല ചെയ്യണത്. ആ കൂട്ടത്തിൽ അവർക്ക് ചിലപ്പോൾ അവരെക്കാൾ കൂടുതലുണ്ടാവും. അതാണ് ഉണ്ടാവുക. അതൊരു ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് മുഹമ്മദ് നബീനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, അവരെങ്ങനെ സമ്പന്നരാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്ന ഉത്തരം ഇതാണ്: അല്ല, കുറേ പാവപ്പെട്ട ആളുകളും കുറേ ദരിദ്ര രാമായണന്മാരാണ് ഇവയാളുടെ കൂടെ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് നബിയുടെ കൂടെ ഉള്ളവർ മുഴുവൻ ഈ ദരിദ്രന്മാരാണ്. അപ്പോൾ ഈ പണത്തിന് ആവശ്യമുള്ള ആളുകളല്ല ഇതിൽ കൂടുക. ഈ കൊള്ളസംഘത്തിൽ കയറുന്നത് ആരാണ്? അംബാനിയുടെ മോൻ കൊള്ളസംഘത്തിൽ പോവോ? ഇല്ല. അവന് അവന്റെ ആവശ്യത്തിനുള്ള സാധനം ഇവിടെ ഇല്ലേ? അപ്പൊ ഇതിൽ എത്തിപ്പെടുന്ന ആരാണ്? കാശിന് ആവശ്യമുള്ള ആളുകളാണ് ചെല്ലുക. അപ്പൊ ഇതെല്ലാവർക്കും വീതിച്ചു കൊടുക്കണ്ടേ? ഈ മുഹമ്മദ് നബി പറഞ്ഞിട്ട് വിശ്വാസം കൂടിയ ആൾക്കാരും ചേരൂലേ? ഇപ്പൊ അബൂബക്കറൊക്കെ മൊത്തം ദാനം ചെയ്തെന്നല്ലേ പറയുന്നത്? അതെ, അതൊക്കെ ഉണ്ടാവും. അത് ഒരു കൂട്ടുകച്ചവടമാകുമ്പോ ഇറങ്ങൂലേ? കാശ് എറിഞ്ഞ് കാശ് വാരുക, ഇതൊക്കെയാണ് പറയുക. പിന്നെ കുറെയൊക്കെ പൊലിപ്പിക്കലുണ്ട്, അതും കൂടി വരും. ഇതൊക്കെ ഞാൻ ചോദിക്കാൻ കാരണം നമ്മൾ മറ്റേ ഉസ്താദ്മാരെ വീഡിയോ കാണാറില്ല. അതായത് എന്താ അങ്ങനെയാണെങ്കിൽ നബിക്ക് കുറെ സ്വത്ത് വേണ്ട, എവിടെ സ്വത്ത്? മറ്റേ പടയെങ്കിൽ പോലും ജൂതന്റെ കയ്യിലായിരുന്നല്ലോ എന്ന് ചോദിക്കൂലേ? അതെ, ഈ പടയെങ്കിൽ ജൂതന്റെ കയ്യിലാണ് പണയം വെച്ചിരിക്കാന്ന് പറഞ്ഞാൽ പണയം വെക്കൽ ഹറാമാണെന്നല്ലേ പറയണത്? അതെ. അപ്പൊ എന്താ മുഹമ്മദ് നബിക്ക് അത് ബാധകല്ലേ? പണയം വെക്ക ഹറാമല്ല അത്? അതെ. അപ്പൊ പിന്നെ എങ്ങനെ മുഹമ്മദ് നബി അത് വെക്കണേ? അപ്പോൾ ഈ സാമ്പത്തിക പ്ലാനിങ്ങിൽ മുഹമ്മദ് നബി ഒരു മാതൃകയല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഫോളോ ചെയ്ത് ആരെങ്കിലും പോയാൽ കുത്തുവാളെടുക്കും. വല്ല മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന കാശിൽ നിന്ന് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളത് ചിലവാക്കി ശീലിക്കുക. അതാ വേണ്ടത്. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ എമൗണ്ട്, 500 രൂപ 1000 രൂപയെങ്കിൽ അത് മാസം ഇട്ട് കഴിഞ്ഞാൽ ഒരു 20-ആം വയസ്സിലൊക്കെ നിങ്ങൾക്ക് വല്ല അത്രയെങ്കിലും ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 10-20 വർഷം ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ചെയ്യുക. അതാണ് ഞാൻ പറയാം, SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ശരി. വേറെ എന്തെങ്കിലും ഉണ്ട്? ഒരു 2 കൂടി നോട്ട് ചെയ്ത്. അതായത് ഈ ചെറുപ്പം മുതലേ അല്ലമീന്ന് വിളിച്ചേർന്നല്ലോ. അപ്പൊ അത്രയും വിശ്വസ്തനുള്ളൂ മറ്റേ മുശ്രിക്കുകളുടെ മുമ്പില്. ആ രീതിക്ക് പറയുമ്പോഴും നമുക്കൊരു ഇതിപ്പോ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാര്യല്ലേ? അല്ലമീൻ എന്ന് ഇപ്പൊ ഞാൻ എന്നെ മാനവരിൽ മഹോനരെന്നാണ് ഞാൻ വിളിക്കാറ്. അല്ല, മുശ്രിക്കുകൾ വിളിച്ചേർന്നല്ലേ പറയാ? അതാരാ പറയണത്? മുഹമ്മദ് നബി എന്നെ പറയണല്ലേ? അല്ല, അവിടുത്തെ നാട്ടുകാര് പറയണു. അല്ലാതെ നാട്ടുകാർ പറയണു ആര് പറഞ്ഞു? വേറെ എവിടെ എഴുതി വെച്ച കണ്ടുണ്ടോ? ഈ ഹദീസിലല്ലേ ഉള്ളൂ. മുസ്ലിങ്ങളെ സീറകളേ ഉള്ളൂ അല്ലേ? വേറെ എവിടെ ഉള്ളേ? അതാ ഞാൻ പറഞ്ഞ, ഞാനൊരു വലിയ മഹാനാണെന്ന് ഞാൻ തന്നെ എഴുതി പുസ്തകം എഴുതി എങ്ങനെ ഇരിക്കും? അതിൽ വലിയ കഥയുണ്ടോ? ഇതൊരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. സ്വന്തം ഇതേപോലെ വലിയ പൊക്കിയടിച്ച് അതിനെക്കുറിച്ച് ബുക്ക് എഴുതി ഇങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് ഞാൻ തന്നെ പൊക്കിയടിച്ചോണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? അത് നേരെ മറിച്ച് ഓപ്പോസിറ്റ്. അതായത് ഇപ്പൊ മുശ്രിക്കുകളെ വല്ല സീറന്ന് നമുക്ക് ഞങ്ങൾ മുഹമ്മദിനെ അല്ലാമീന്ന് വിളിക്കണു പറഞ്ഞാൽ അങ്ങനെയെങ്കിലും ചെയ്യണം. അതുണ്ടോ? അവരുടെ അടുത്ത് അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് അതൊരിക്കലും കിട്ടിയിട്ടില്ല. എന്നാൽ അവർ വിളിച്ചിട്ടുള്ള വേറെ പല സാധനങ്ങളുണ്ട്. അത് ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ, പച്ചയ്ക്ക് പറഞ്ഞത്. അവര് എന്താണ് ബുദ്ധിഭ്രമം ബാധിച്ചവനെ മജ്നൂൻ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഖുറാനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഖുറൈശികൾ മുഹമ്മദ് നബിയെ മജ്നൂൻ എന്ന് വിളിച്ചു എന്നല്ല അതിനകത്ത് കാണുന്നത്. ബുദ്ധിഭ്രമം ബാധിച്ചവൻ എന്നുവെച്ചാ വട്ടൻ. അപ്പൊ യഥാർത്ഥത്തിൽ
അന്നുള്ള ബാക്കിയുള്ള അവിശ്വാസികളൊക്കെ മുഹമ്മദ് നബീനെ എന്തെന്നാ വിളിച്ചത്? മജ്നൂൻ. ഭ്രാന്തൻ. ഉം. ആ, അപ്പോൾ മുഹമ്മദ് നബി സ്വന്തം വിളിച്ചത് എന്താണ്? അൽ അമീൻ. അല്ല. അതിന് എവിടെ തെളിവുള്ളത്? അത് മുഹമ്മദ് നബി തന്നെ പറഞ്ഞാണ്. എന്നാൽ നാട്ടുകാർ വിളിച്ചു എന്നുള്ളതിന് എവിടെ തെളിവുള്ളത്? അത് ഖുറാനിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്, അവരങ്ങനെ വിളിച്ചു എന്ന്. ആ, അപ്പം എങ്ങനെയുണ്ട്? ഇതാണ് കഥ. ആ, ഇനി അടുത്തത് കഴിഞ്ഞോ? ഇനി നിങ്ങളോട് ഓൾറെഡി മറ്റേ ഹൈത്തമി ഉസ്താദ് ചോദിച്ചൊരു ചോദ്യമാണ്. ഇനി അഥവാ ഒരു പരലോകം കാര്യങ്ങളും ഉണ്ടെങ്കിലോ നമുക്കൊരു വിശ്വസിച്ചാണ്ട് ജീവിച്ചു പോയിക്കൂടെ എന്നുള്ള ലെവലില്. ഇത് അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ വാപ്പ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എൻ്റെ വാപ്പയാണോ എന്ന് സംശയം ഉണ്ടെന്ന് വാപ്പ പറയൂ? ഇല്ല. അങ്ങനെ ഒരു പരലോകം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയിക്കൽ ആരുടെ ബാധ്യതയാണ്? ബാധ്യതയാണ്. നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടെങ്കിൽ ആ സംശയം ഇട്ടുന്നത് ആരായിരിക്കണം? അങ്ങനെയാണെങ്കിൽ നന്മയും തിന്മയും ഒക്കെ അല്ലാഹുവിൽ നിന്നാണ്. അപ്പോൾ സംശയം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഒരു ദൈവമുണ്ട്, ആ ദൈവമാണ് ഇതൊക്കെ ചെയ്തത് എന്നത് ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്നൊരു ഒരു നിർമ്മാതാവിന് നിർബന്ധം ഉണ്ടെങ്കിൽ അത് അയാളെ അറിയിച്ചിരിക്കണം. അതിനകത്ത് പിന്നെ സംശയത്തിന് വഴി ഉണ്ടാവരുത്. പക്ഷെ ഇതും പറയണ്ടല്ലോ, നരകം മൊത്തം മനുഷ്യന്മാരെ കൊണ്ടും ചിഹ്നകളെ കൊണ്ടും നടക്കുന്നു. അതെന്തിനാണ്? 40ാമത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ തലയിൽ എഴുതുന്നതാണ് പറയുന്നത്. നിങ്ങൾ ജനിച്ചു വീഴുന്നതിന് മുന്നേ നിങ്ങളെ നരകത്തിലെത്തും എന്ന് എഴുതി വെക്കുന്നത് ശരിയാണോ? അല്ല. നിങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ അതാണ്. നിങ്ങളൊരു കോഴി ഫാം നടത്തുന്നു. എങ്ങാനും ചത്തുപോയ ഒരു കോഴിയെ ഇടാൻ വേണ്ടി നിങ്ങളൊരു കുഴി കുഴിക്കും. അല്ലാതെ നിങ്ങൾ ആ കുഴി നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ കോഴിയെ വളർത്തുമോ? ഇല്ല. ഇവിടെ പഠിച്ചോൻ എന്താ പറയണത്? നരകം നിറയ്ക്കാൻ വേണ്ടി ഞാൻ കുറെ മനുഷ്യന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്, ജിന്നിനെയും മനുഷ്യന്മാരെയും. അതെന്താണ് അത്? ഇതിലിപ്പോ എന്താണ് അവര് പറയണത്? അതായത് 40 ദിവസം ഇങ്ങനെ കാര്യങ്ങളും പിന്നെ നന്മയും തിന്മയൊക്കെ അള്ളാഹുവിന് മുമ്പേ എന്താണ് അറിയാന്ന് പറയുമ്പോ ടൈം അടക്കം എന്താ അള്ളാഹുവിന്റെ ഒരു ഇതാണ്. അപ്പോ അള്ളാഹുവിന് എന്താണ് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒന്നും ഇല്ല. അപ്പൊ മൂപ്പർക്ക് എല്ലാം അറിയണമെന്നുള്ള രീതിക്കാ പറയണത്. പിന്നെ എന്തിനാ 40 ദിവസം വന്ന് എഴുതിയത്? പിന്നെ എന്തിനാണ് ഞാൻ ഉദ്ദേശിച്ചവരെ നന്മയിലാക്കും, ഞാൻ ഉദ്ദേശിച്ചവരെ തിന്മയിലാക്കും എന്നൊക്കെ പറയണെന്തിനാ? അങ്ങനെ ചോദിച്ചപ്പോ അതും കൺഫ്യൂഷനാണ്. ഹിദായത്ത് അള്ളാഹു തരുന്നതാണ്. അതെ, നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്നും പറയും. കാര്യമില്ലല്ലോ. പ്രാർത്ഥനയിൽ പിന്നെ ഫലമുണ്ടോ? പ്രാർത്ഥിക്കുന്നതിൽ പിന്നെ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഓൾറെഡി നരകത്തിലാണോ സ്വർഗത്തിലാണെന്ന് നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെന്തിനാ പ്രാർത്ഥിക്കണേ? പക്ഷെ അത് നമുക്ക് അറിയില്ലല്ലോ. ഇനി സപ്പോസ് നമ്മൾ സ്വർഗത്തിലാണെങ്കിലോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ എവിടെ എത്താന്നുള്ളത് പഠിച്ചോന്നറിയില്ലേ? അതെ. അപ്പൊ പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യമുള്ളേ? നിങ്ങൾ 40ാം ദിവസത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ നരകത്തിലെത്തും. പിന്നെ ഇനിയിപ്പോ നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലെത്തുമോ? ഇല്ല. പിന്നെ ഇതിനാ പ്രാർത്ഥിക്കുന്നത്? ഇതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ആ ഒരു പോയിന്റ് നമുക്കിപ്പോ, അതായത് ഇപ്പൊ നമ്മളിപ്പോ സപ്പോസ് ആ പോയിന്റ് വിടുകയാണ് 40 ദിവസത്തെ അവിടെ സ്വർഗ്ഗാണോ നരകാണോ എഴുതി വെച്ചിരിക്കണമെന്ന് അറിയില്ലല്ലോ. ഉണ്ടെന്നാണല്ലോ ഖുർആൻ ഹദീസിലുള്ളത്. അല്ല, അവിടെ സ്വർഗ്ഗാണോ നരകാണോ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ 5 നേരം നിസ്കരിച്ച് നോമ്പ് പോവുകയാണെങ്കിൽ ചിലപ്പോ അവസാനം സ്വർഗത്തേക്ക് എത്തൂലേ? അതാ ഞാൻ അതിങ്ങനെ എത്തുക. നിങ്ങൾ 40ാം ദിവസം തന്നെ നിങ്ങളുടെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ നരകത്തിലെത്തും എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് തന്നെ കൂട്ടുക. അങ്ങനെ പോയി നിങ്ങൾ സ്വർഗത്തിലെത്തുവോ? അതില്ല. സ്വർഗത്തിലെത്തിയ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ സ്വർഗത്തിലെത്തണം എന്ന് എഴുതിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെത്തി അങ്ങനല്ല, അത് റോങ് ആയി പോയി. ആദ്യം എഴുതി വെച്ചത് തെറ്റിന്നല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ ശരിയാവുക? അപ്പൊ പിന്നെ എന്തിനാ ആദ്യം എഴുതിയത്? അപ്പൊ മുഹമ്മദ് നബി അങ്ങനെ ഒരു ലൂപ്പുകളൊന്നും ആലോചിച്ചില്ലെന്ന്. ഇനിയൊക്കെ പോട്ടെ, നിങ്ങൾ എന്തൊക്കെ നന്മ ചെയ്താലും അള്ളാഹുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിലല്ലേ? അതെ. നിങ്ങൾ എത്രയൊക്കെ തിന്മ ചെയ്താലും, ഉമ്മയെ വ്യഭിചരിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ച. അതെ. അതെങ്ങനെ ശരിയാവുക? ശിർക്കാണ് ഏറ്റവും വലിയൊരു തിന്മ എന്നുള്ള രീതിക്ക് വൻപാപങ്ങളിലൊന്ന്. അപ്പൊ ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പുറത്തു തരുന്ന പറയുന്നത്. ഇതാണോ ഒരു ദൈവത്തിന്റെ ഒരു രീതി? നന്മ തിന്മ എന്നൊക്കെ പറയുമ്പോൾ ഇതാണോ, ഇങ്ങനെയാണോ ഗ്രേഡ് ചെയ്യേണ്ടത്? അല്ലല്ല. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇനി ഇതെല്ലാം കൂടി കൂട്ടി ഇളക്കി നിങ്ങളൊന്ന് മിക്സിയിലിട്ട് 2 അടി. ഇപ്പൊ തോന്നിയതാണ്
ഇത് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ. അതായത് ഈ വിശ്വാസം എന്നുള്ളത് നമുക്കൊരു ഹോപ്പ് തരണില്ലേ? എന്ത് ഹോപ്പ്? ഇപ്പൊ പടച്ചോ നമ്മളെ കൂടെ ഉണ്ട്, ദൈവം നമ്മളെ കൂടെ ഉണ്ട്, ആ ഒരു ഹോപ്പ് തരുന്നില്ല. ഇപ്പൊ നമ്മളൊരു എക്സാമിന് പോവാണ്, അപ്പൊ താൻ പാതി ദൈവം പാതി പറഞ്ഞൊരു ഹോപ്പല്ലേ? നിങ്ങളൊരു എക്സാമിന് പോവാണ്, നിങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്തു, എഴുതാനുള്ള പേനയും പെൻസിലും റബ്ബറും ഒക്കെ എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഫുൾ ഹോപ്പാണ്. പേനയിൽ മഷിയില്ലെങ്കിലോ? പേന നിങ്ങളുടെ കയ്യിലുണ്ട്, മഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ എത്തുമ്പോൾ പണി പാളിയാ. നിങ്ങൾ ഒരു യാത്രയ്ക്ക് പോവാണ്, നിങ്ങളുടെ കയ്യിൽ കള്ളനോട്ടാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ധാരണ എന്താണ്? അത് ഒറിജിനൽ നോട്ടാണെന്നാണ്. പിടിക്കുന്നത് വരെയും നിങ്ങൾക്ക് ധൈര്യമായിരിക്കും. കള്ളനോട്ടാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് പോയില്ലേ? ഇത്രയേ ഉള്ളൂ. ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങൾ വരുന്നത് വരേക്കും നിങ്ങൾക്കൊരു ധൈര്യം തന്നെയാണ്, ഒരു സംശയമില്ല. യഥാർത്ഥ പ്രശ്നം വന്നു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മെനക്കെടണം. പേനയിൽ മഷി നിറയ്ക്കാൻ നിങ്ങൾ ഓടണം, കള്ളനോട്ട് മാറ്റി ഒറിജിനൽ നോട്ട് ആക്കണം, നിങ്ങൾ മെനക്കെടണം. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ വെറുതെ പടച്ചോൻ ശരിയാക്കുമെന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും നേരെയാൻ പോകുന്നില്ല. എവിടെ അങ്ങനെ നേരെയായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറയും എവിടെയെങ്കിലും? ഒരെണ്ണം ഇല്ല. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ? അതാ ഞാൻ ആദ്യം ചോദിച്ചത്. ഈ ഗാസയിലെ പ്രശ്നം തീർത്തിട്ടുണ്ടോ? ഇല്ലല്ല. ഈ സുനാമി നിർത്തിയിട്ടുണ്ടോ? ഇല്ലല്ല. എന്നാ അള്ളാഹു ചെയ്തിട്ടുള്ള എന്താണ്? തക്കാളിയിൽ അള്ളാഹു എന്ന് എഴുതുക, മറ്റേ ഉരുളക്കിഴങ്ങിൽ അള്ളാഹു എന്ന് എഴുതുക. ഇതൊക്കെയല്ലേ പഠിച്ചോന്റെ പണി. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രശ്നം. എന്നാലും ഇപ്പൊ ഇവിടെ അഥവാ ഇനി നഷ്ടങ്ങളും കാര്യങ്ങളും വന്ന പരലോകത്ത് അതിന് അർഹമായ പ്രതിഫലം കാര്യങ്ങളും തരും പറയണത് ഒരു ഹോപ്പല്ലേ? അങ്ങനെ ഒരു ധാരണയുടെ പുറത്ത് എല്ലാം അനുസരിച്ച് ജീവിച്ച ആളാണോ മുഹമ്മദ് നബി? ആണോ? ഇല്ല. ഈ മുഹമ്മദ് നബിയല്ലേ നമുക്ക് ഈ സാധനം പഠിപ്പിച്ചെന്ന്. മുഹമ്മദ് നബി അത് പാലിച്ചിട്ടില്ല. അപ്പൊ മുഹമ്മദ് നബി നമ്മളെ പറ്റിക്കായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അത്രേ ഉള്ളൂ. ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. അതായത് ഇത് ഒറിജിനൽ, ഇതെല്ലാം പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ആദ്യം പാലിക്കേണ്ട വ്യക്തി മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി എല്ലാ തെണ്ടിത്തരം തന്തയില്ലായ്മയും കാണിച്ചിട്ടുണ്ട്. അടിമയെ പൂശിയിട്ടുണ്ട്, ചെറിയ കുട്ടികളെ ഇതേപോലെ പൂശിയിട്ടുണ്ട്. 1.5 വയസ്സിൽ മുട്ടിലഴിയുന്ന കുട്ടിയെ കണ്ടപ്പോൾ അടുത്ത വർഷം കല്യാണം കഴിക്കുന്ന വരെ പറഞ്ഞ ഒരു പീഡോഫിലിക് ആയിട്ടുള്ള ഒരാളാണ്. കൊള്ളയടിച്ചിട്ടുണ്ട്, രോമം നോക്കി കുട്ടികളെ തല വെട്ടാൻ ഉത്തരവിട്ടിട്ടുണ്ട്, ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്, ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, കളി തരുമോ കരളെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട് മുഹമ്മദ് നബി. നിങ്ങൾ ഈ പറയുന്ന സാധനം ഉണ്ട്, ഒരു പരലോക ജീവിതം ഉണ്ട്, നരകം ഉണ്ട് എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി അല്ല ഇതൊക്കെ ആദ്യം ചെയ്യാതിരിക്കണ്ടേ? മുഹമ്മദ് നബി അത് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെന്താ കഥ? പിന്നെ നമ്മൾ എന്തിനാണ് ഇത് ചുമന്നോടെ എടുക്കുന്നത്? ഇത് നമ്മളെ പറ്റിച്ചല്ലേ? നിങ്ങൾക്ക് മുഹമ്മദ് നബിയേക്കാൾ കൂടുതൽ ഉത്തമമായ ധാർമ്മിക ബോധം ഉണ്ട്. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടിയ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ധാർമ്മിക ബോധം നമുക്കുണ്ട് ഓൾറെഡി. നമ്മൾ അതിനേക്കാൾ മികച്ച മനുഷ്യന്മാരായിട്ട് ജീവിക്കാനുള്ള ക്വാളിറ്റി നമുക്ക് ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിച്ചാൽ നിങ്ങൾ കുറഞ്ഞ മനുഷ്യനായി പോകും. നിങ്ങൾ മുഹമ്മദ് നബിയെ നിങ്ങൾ ഫോളോ ചെയ്ത ഒരു ഗോവിന്ദച്ചാമിനേക്കാളും തറയായി പോകും. അതാണ് ഉണ്ടാവുക. പിന്നെ എന്തിനാണ് അതിന്റെ പിന്നാലെ പോണത്? പിന്നെ ഇനി ഏതോ ഒരു ശക്തി ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്ക് തരേണ്ട ബാധ്യത ആ ശക്തിക്കാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് വരുന്നോട് തന്നെ അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു ശക്തി ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തിക്ക് അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. അതാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇനി അഥവാ ഒരു ക്രിയേറ്റർ വേണം, ഒരു ദൈവം ഉണ്ടെങ്കിലോ എന്നൊക്കെ വേറെ ഏതെങ്കിലും ദൈവത്തെക്കുറിച്ചൊക്കെയാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ദുരന്തമാണോ ഈ ദൈവങ്ങളൊക്കെ എന്ന് നമ്മൾ ചോദിക്കുക. കാരണം ഇതെന്തൊരു ഇൻപെർഫെക്റ്റ് ആണ് ഈ സാധനങ്ങളൊക്കെ. ഒരു ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഈ ഭൂമിയിൽ ജനിച്ചാൽ അവൻ എപ്പോൾ മരിച്ചു എന്ന് ചോദിച്ചാൽ പോരെ? ഇപ്പൊ മനുഷ്യൻ തന്നെ മനുഷ്യനുണ്ടാക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കി എന്നാ പറയണേ. ഈ മനുഷ്യൻ നേരെ നമ്മൾ ശരി ഓക്കെ നല്ല ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി? 28 വയസ്സുകാരനായ താങ്കൾ പോയിട്ട് നാളെ പോയി ഹിമാലയയുടെ മുകളിലേക്കാണ്ട് കയറിയാൽ എന്താ സംഭവിക്കുക? നടക്കൂല. അപ്പൊ നിങ്ങൾ ചാവൂലേ? മുകളിൽ പോവില്ല, പകുതി എത്തുമ്പോഴേക്കും ചാവും. പക്ഷെ ഈ ഹിമാലയത്തിന്റെ മുകളിലേക്ക് നടന്നു കയറുന്ന ആൾക്കാരില്ലേ, ഷെർപ്പകൾ. അപ്പൊ അവർക്ക് എന്താ അത് അവിടെ നടക്കുന്നത്? അപ്പൊ നമ്മൾ മനുഷ്യനും അവരും മനുഷ്യൻ, പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അതെന്തേ? അപ്പൊ എവല്യൂഷൻ വേണം.
അപ്പം അത് എവല്യൂഷൻ്റെ ഒരു ട്രൈറ്റ് ആണത്. അവരവിടെ ജീവിച്ച് അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു കണ്ടീഷനിങ് അവരുടെ ബോഡിയിൽ വന്നിരിക്കുന്നു, അഡാപ്റ്റേഷൻ വന്നു. അതെങ്ങനെയാണ് അത്? ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് വിത്ത് എവല്യൂഷൻ. അതേപോലെ നിങ്ങളിപ്പോൾ ഇവിടെ ജീവിക്കുന്നു കരയിൽ, നിങ്ങൾക്ക് വെള്ളത്തിൽ എത്ര മിനിറ്റ് വരെ മുങ്ങിക്കിടക്കാൻ പറ്റും? കൂടിപ്പോയോ 1 മിനിറ്റ് 1.5 മിനിറ്റ്. ഈ ബജാവോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് ഈ ഇന്തോനേഷ്യൻ ആ ഭാഗത്തൊക്കെ ഒരു ഐലൻഡിൽ ജീവിക്കുന്നത്. അവർക്ക് എത്ര മിനിറ്റ് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കാൻ പറ്റുമെന്ന് അറിയോ? ഓൾമോസ്റ്റ് 13-14 മിനിറ്റ് വെള്ളത്തിൻ്റെ അടിയിൽ ഒരു എക്യുപ്മെന്റും ഇല്ലാതെ. അതെങ്ങനെയാ അവർക്ക് പറ്റണത്? അവര് അവിടെ എങ്ങനെ വന്ന് അപ്പൊ അവര് മനുഷ്യൻ തന്നെയല്ലേ? അവര് ഹോമോസാപ്പിയൻ തന്നെയാണ്, നമ്മളും മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഒരേ മനുഷ്യൻ, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകാൻ പറ്റുന്ന മനുഷ്യൻ, കരയിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന മനുഷ്യൻ, ഉയരങ്ങളിലും ജീവിക്കാൻ പറ്റുന്ന മനുഷ്യൻ. ഇനി ഈ ഉയരത്തിൽ നിൽക്കുന്ന ആൾക്കും താഴെ പോകാൻ പറ്റില്ല വെള്ളത്തിൽ. ഈ പ്രശ്നം അവർക്കും ഫേസ് ചെയ്യും. അപ്പൊ പറഞ്ഞു വന്ന എന്താണ്, ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടാക്കേണ്ട ഗതികേട് തന്നെയാണ് ഒരു ദൈവത്തിന്. ഒരു ദൈവം ഒരു സാധനം ഉണ്ടാക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി ഉണ്ടാക്കുന്നു, ഓക്കെ, ഒരു മെഴ്സിഡസ് ബെൻസിന്റെ ഒരു എസ് ക്ലാസ് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എവിടെ ഉണ്ടാക്കിയാലും ഒരേ സാധനം തന്നെയല്ലേ എൻ്റെ എഞ്ചിൻ? അത് അമേരിക്കയിൽ ഓടിക്കാം, നിങ്ങൾക്ക് യൂറോപ്പിൽ ഓടിക്കാം, ഇന്ത്യയിൽ ഓടിക്കാം, എവിടെ വേണേലും ഓടിക്കാം. ചില വണ്ടികൾ മരുഭൂമിയിൽ വരെ കടന്നു ഓടുന്നു അതിന് ഭാഗമായിട്ട് ഉണ്ടാക്കിയാൽ അല്ലേ? അപ്പൊ മനുഷ്യൻ ഉണ്ടാക്കുന്നതിന് അത്രയും പെർഫെക്ഷൻ ഉണ്ട്. ഈ പെർഫെക്ഷൻ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനത്തിന് ഇതേപോലെ ഭൂമിയുടെ എല്ലാ വശത്തേക്ക് ഓടിക്കാൻ പറ്റാത്തൊരു സാധനമാണെന്ന് പറഞ്ഞാൽ ഇതാണോ ദൈവത്തിന്റെ സൃഷ്ടി? ഇത്രയ്ക്ക് ചീപ്പാണോ? അല്ല, പെർഫെക്ഷൻ എന്നുള്ള രീതിക്കില്ല. ഇല്ല, പെർഫെക്ഷൻ ഇല്ല. ഈ പറയുന്ന മനുഷ്യന് എന്തെല്ലാം പോരായ്മകളുണ്ട്. നമ്മളുടെ ഓരോ ഇൻപെർഫെക്ഷൻസ് നമ്മളെടുത്ത് പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മളുടെ അന്നനാളം നമ്മൾ പറയുന്നു, ഏറ്റവും ഒരു വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മളുടെ ഈ ഭക്ഷണവും വിൻ പൈപ്പും വിൻഡും ഭക്ഷണവും പോകുന്ന ആ ഒരു ജംഗ്ഷൻ. പിന്നെ വെസ്റ്റീരിയൽ ഓർഗൻ പോട്ടെ, ഞാൻ പറയണത് ഇന്ന് വർക്ക് ചെയ്യുന്ന സാധനങ്ങളുടെ കാര്യം പറയുന്നത്. നമ്മുടെ നട്ടല് നമുക്ക് എന്തോരം പ്രശ്നങ്ങളാണ്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ടാവുന്ന ഒരു സാധനമല്ലേ. ഇതൊക്കെ നല്ല മോഡൽ, നല്ല ഡിസൈൻസ് ഉണ്ടാക്കി കൂടെ? അപ്പോ ഡിസൈൻ വൈസ് മനുഷ്യൻ വളരെ പൂർ അല്ലേ? അതായത് ഉദ്ദേശിച്ചത് മറ്റേ അഹ്സനുൽ ഖാലിഖിനല്ലാന്നാണോ? അഹ്സനുൽ ഖാലിഖിനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അറ്റം ചെത്താൻ പറയണത്? അതും പോയില്ലേ? അതും പോയി. പിന്നെന്താ ഇപ്പൊ കഥ? അഹ്സനുൽ ഖാലിഖ് എന്ന് പറയുമ്പോൾ വേറെ ഖാലിഖുകളുണ്ടോ? അപ്പോ സൃഷ്ടികർത്താക്കളിൽ വെച്ച് വേറെ സൃഷ്ടികർത്താക്കളുണ്ടോ? അപ്പോ ഉത്തമൻ അതെ, കൊറേ ശില്പുണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിലാണല്ലോ അതിലൊന്നാണ് മികച്ചത് പറയാ. അതെ, അപ്പൊ എല്ലാം ശില്പികളാവണ്ടേ? അപ്പൊ സൃഷ്ടികർത്താക്കൾ എന്ന് വെച്ച് പറഞ്ഞ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോടൊപ്പം അതേപോലെ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടോ? ഉണ്ടോ? അതൊരു ചോദ്യമാണ്. ഇനി ആ സാധനം ആരാ എഴുതി പിടിപ്പിച്ചത്? അതും പറയണല്ലോ. അഹ്സനുൽ ഖാലിഖീൻ എന്ന സാധനം ആരാ എഴുതിയത്? അത് വഹിയിൽ വന്നതാണോ? അല്ല, അത് അബ്ദുല്ലാഹിബിൻ അബി സർഹ് എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ സ്ക്രൈബ് എഴുതി ചേർത്ത സാധനമാണ്. വഹി എഴുതുന്ന ആള്. അത് പുള്ളി കൈന്നിട്ടാണ്. പക്ഷെ അതിന്ന് ഖുറാനിലുണ്ട്, ഇവിടെ വിശ്വാസികൾ നിസ്കാരത്തിൽ ഓതുന്നു. അത് വഹി പോലും അല്ല. ആയത്ത് ആട് തിന്നു പോയിട്ടുണ്ട്. അപ്പോഴോ? ഇതെല്ലാം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ പറയൂ, ഇതിലെവിടെയാണ് ദൈവികത? ദൈവികത എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ കാണുന്നൊരു കാര്യം, ഒരു തെറ്റ് പോലും വരാൻ പാടില്ല. ഇത് ഒരു തെറ്റ് വന്നാൽ തന്നെ പൊളിഞ്ഞു. ഇസ്ലാമിൽ ഖുറാൻ എടുത്ത് നോക്കി എത്ര തെറ്റുകൾ നിങ്ങൾക്ക് കാണാം? മനുഷ്യത്വ വിരുദ്ധം, അങ്ങനെ പല പല സാധനങ്ങളില്ലേ? ഇനി ശാസ്ത്രീയമായ സാധനം പറഞ്ഞാൽ അത് തന്നെ തെറ്റല്ലേ? ഇപ്പൊ എംബ്രിയോളജിനെ കുറിച്ച് ഖുറാനി പറഞ്ഞെന്നാ പറയണേ, പൊട്ട തെറ്റല്ലേ എഴുതി വെച്ചിരിക്കണേ. അപ്പൊ അതെങ്ങനെയാ ശരിയാവുക? അപ്പൊ ഒരു ദൈവത്തിന് തെറ്റാൻ പാടുണ്ടോ? ഇല്ലല്ല. അപ്പൊ അതും പൊളിഞ്ഞല്ലേ? അപ്പൊ ഇതിൽ ദൈവികത ഇല്ല. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കഥ. ഞാനിടയ്ക്ക് ഇങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോ നമ്മളെ അൺമാസ്കിംഗ് അനോമലീസ് ഫോളോ ചെയ്തിരുന്നു. പക്ഷെ അവര് നാച്ചുറലിസം, നെസസറി എക്സിസ്റ്റൻസ്, എന്താ അത്തീസ് അങ്ങനെയാണ്, വേസ്റ്റ് ലാൻഡ് ആണ്, അപ്പൊ ഒരു ദൈവം ഉണ്ടായേ പറ്റുന്ന രീതിക്ക് ആ രീതിക്കും പോയി. കുറെ ടൈം ഒന്നും മനസ്സിലാവൂല, പക്ഷെ എന്തോ കാര്യമായി പറയുന്നുണ്ട് പറയില്ലേ. അങ്ങനെ നമ്മളത് സമ്മതിക്കുക, അങ്ങനെ ഒരു ദൈവം ഉണ്ടായേ പറ്റുള്ളൂ. പക്ഷെ ആ ദൈവം ആരാണ്, ഏതാണ്? അതാ നമ്മൾ ചോദിക്കുന്നത്.
അങ്ങോട്ട് അവരെത്തണില്ല. അത് നമ്മളതല്ലേ അവരോട് ചോദിക്കണത്. നിങ്ങൾ പറയണ പോലെ നമ്മളൊരു ദൈവം ഉണ്ടെന്ന് സമ്മതിക്കുന്നു. ആ ദൈവമാണോ ഈ പറയുന്ന അള്ളാഹു? ഇതാണ് ഞാൻ അവരോട് 3 വിഷയങ്ങൾ വെല്ലുവിളി വെച്ചിട്ടുണ്ട്. 2021 വെച്ചതാണ്. ഇതുവരെ അവർ തൊട്ടിട്ടില്ല. അള്ളാഹു ഒരു ഒറിജിനൽ ദൈവമാണോ? മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണോ? ഇസ്ലാം സമാധാനമാണോ? 4മതൊരു വിഷയം കൂടി വെച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിന് ഇസ്ലാം കൊടുത്ത പങ്ക് എന്താണ്? ശാസ്ത്രത്തിൽ ഇസ്ലാമിന് പങ്കുണ്ടോ? ഇത്ര സാധനം വെച്ചാൽ അവർ തൊട്ടിട്ടില്ല. ഇതിലിപ്പോൾ അള്ളാഹു ആണ് ഒറിജിനൽ ദൈവം എന്ന് അവർ പറയുമ്പോൾ അവർ പറയുന്ന സാധനം വെച്ചിട്ട് ഒരു ദൈവം ഉണ്ടെന്ന് തന്നെ കൂട്ട. അടിമയെ വെക്കാൻ പറയുന്നതാണോ ആ ദൈവം? ഭാര്യയെ തല്ലാൻ പറയുന്നതാണോ ദൈവം? ഭാര്യയെ ഇതുപോലെ കൊള്ള നടത്താൻ പറയുന്നത് അതൊരു ആ ദൈവമാണ് ഈ ദൈവം അള്ളാഹു? ഇല്ല. ഇതൊക്കെ തന്നെ നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഇങ്ങനെ ആകെ കൂടി ആലോചിക്കുമ്പോ നിങ്ങളോട് സത്യം പറയല്ലോ, തലക്കുള്ളിലും മറ്റേ വയറിന്റെ ഉള്ളിൽ എന്തൊക്കെ ഒരു കാണുന്ന പോലെ ഇത്രയും കാലം പഠിച്ചു തന്നെ മാറുമ്പോൾ വ്യത്യാസമാണ്. ഇതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുക. കുറച്ച് നാളുണ്ടാവും, പിന്നെ ശീലായിക്കോളും, പിന്നെ അതങ്ങ് മാറിക്കോളും. അതാണ് എന്താണ് നമ്മളിപ്പോ അപ്പുറത്തൊരു നെഗറ്റീവ് കണ്ടാലും നബി അങ്ങനെയാണ് ഇങ്ങനെയാണ് 2 പോസിറ്റീവ് കുത്തി കയറ്റും. അപ്പൊ അടുത്ത 2 നെഗറ്റീവ് കയറും. അപ്പൊ 4 പോസിറ്റീവ് എവിടെയും കുത്തി കയറ്റും. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചാടിക്കളിക്കാറില്ലേ. ഇപ്പൊ ഏതായാലും സമാധാനമില്ലേ? ഞാൻ ഇപ്പോ എന്താണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ജുമ നിസ്കരിച്ചപ്പോഴടക്കം പിന്നെ ഹിദായത്തിലൊന്ന് ഉറപ്പിച്ചെടുത്ത ഞാൻ എന്താ ചെയ്യേണ്ടതുള്ള രീതിക്കാണ് എഴുതുന്നത്. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ഡൗട്ട് ഇങ്ങനെ അങ്ങനെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോൻ ആദ്യം ചെയ്യേണ്ട പണി എന്താ? ഇന്നിപ്പോ ഈ വിളിച്ച വിളി തടയാന്നുള്ളതല്ലേ ഏറ്റവും മിനിമം ചെയ്യേണ്ടത്. അതെ. ഇപ്പൊ വിളിക്കണതിന്റെ മുമ്പ് ഒരു 40% വിശ്വാസം ഉള്ളത് ഇപ്പൊ ഒരു 20 കുറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ പടച്ചോൻ ഏറ്റവും മിനിമം പടച്ചോൻ ഇത്രയ്ക്ക് മണ്ടനാണോ? അത് ഞാൻ ചോദിക്കണേ. അല്ല, ഇത്രയ്ക്ക് മണ്ടനല്ലേ? അറ്റ്ലീസ്റ്റ് ആരിഫ് ഹുസൈനെ വിളിക്കണ്ട, പോയി 2 സ്വലാത്തിൽ കടന്നുറങ്ങിയെങ്കിലും ഉള്ളിൽ വരുത്തണമെന്നോ? അതല്ലേ വരുത്തേണ്ടത്. ഇത് ഇവിടെ വന്ന് കോയാ കോളിങ്ങിലേക്ക് വിളിച്ചേക്കാം എന്ന് തോന്നിക്കുന്ന ഒരു പടച്ചോൻ, അതും ഹിദായത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം. ഇതിലും വലിയൊരു മണ്ടൻ ദൈവത്തെ വേറെ എവിടെ കിട്ടും? ഇതിപ്പോ മറ്റേ രാഹുലീച്ചർ പോലീസ് വരുന്നുണ്ട്, ലാപ്ടോപ്പ് എത്രയും പെട്ടെന്ന് ഒളിപ്പിക്കട്ടെ എന്ന് വീഡിയോ എടുത്തിട്ട് ലൈവ് ഇട്ട ആളെ പോലെ ആയിപ്പോയില്ലേ? അതന്വേഷിച്ച് പോലീസുകാർ നേരെ രാവിലെ വീട്ടിലെത്തി. യെസ്, അപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങും. സമാധാനം ഇതാണ് പ്രശ്നം. ഉള്ളതും പോയി. ഇപ്പൊ ഒന്നും കൂടി ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും. ഇതിപ്പോ കൂടുതലേ നമ്മളിപ്പോ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ വെച്ചാല് നിങ്ങളെ കുറച്ച് വീഡിയോസ് കാണും. അപ്പോ അതിന് റെഫറൻസ് ഒക്കെ നോക്കാറുണ്ട്. അല്ലാതെ നിങ്ങൾ പറയണത് മൊത്തം വിഴുങ്ങാറില്ല, മറ്റവരുടെ മൊത്തം വിഴുങ്ങാറില്ല, ഉസ്താദ്മാര് പറയണതും. അപ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരാം. അവര് പോസിറ്റീവും നെഗറ്റീവും വരും. നമുക്ക് സ്വതന്ത്രമായി പഠിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടത്? നിങ്ങളിത് അന്വേഷിക്കുക, അത്ര തന്നെ. അല്ല, അതിന് വല്ല റെഫറൻസോ അങ്ങനെ എന്തെങ്കിലും? റെഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ഗൂഗിൾ സെർച്ചിൽ തന്നെ നിങ്ങൾ അവിടെ ചോദിക്കാം ഹദീസ്, ഇന്ന പോലെ ഒരു ഹദീസ് ഏതുണ്ടല്ലോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ തന്നെ അതിന് ഹദീസ് കൊണ്ടുതരും. കാരണം അതിനകത്ത് AI ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ അതിൽ തന്നെ ചോദിച്ചാൽ മതി, ഇഷ്ടംപോലെ ഹദീസ്. നിങ്ങൾക്ക് ഏതാ ഹദീസ് വേണ്ടി നിങ്ങൾ അതിനകത്ത് സെർച്ച് ചെയ്യും. ഹദീസ് വേർ പ്രൊഫറ്റ് മുഹമ്മദ് പെർമിറ്റഡ് കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഹദീസ് കൊണ്ട് തരും. ഇതാണ് അതിൻ്റെ വഴി. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ സെറ്റപ്പുകൾ, സംവിധാനങ്ങളൊക്കെ നമ്മൾ പിടുത്തം വിട്ട രീതിയാണ്, പഴയമാതിരി ഒന്നല്ല. പക്ഷെ ഇത് പഠിച്ചിട്ടും കുറെ പേര് അങ്ങോട്ട് വരണില്ലേ? ക്രിസ്ത്യാനിറ്റി ഇങ്ങോട്ട്, ഹിന്ദുസ് ഇങ്ങോട്ട് ഇത് വരുന്നത്. ഇതൊക്കെ ഒരു പ്രോസസ് അല്ലേ? ഇത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കണ്ടേ? ഇപ്പോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, എന്താണ് മറ്റേ മുഹമ്മദ് ഈസ പെരുമ്പാവൂരില്ലേ, മൂപ്പര് ക്രിസ്ത്യാനിറ്റി റോങ് ആണ്, ഇസ്ലാമാണ് ശരി പറഞ്ഞു വന്നത്. എന്നിട്ട് ഇസ്ലാമികമായിട്ട് ദൈവത്ത് നടത്തുന്നുണ്ടല്ലോ. അപ്പോ അത് അതിന്റെ ഒരു മേന്മ ആയിട്ട് കൂട്ടിക്കൂടെ? ഇതേപോലെ തിരിച്ചും ചെയ്യുന്നില്ലേ ക്രിസ്ത്യാനിറ്റിയിലെ? അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള വിശ്വസിക്കുന്ന മതം ഏതാ? ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റി ശരിയായിക്കൂടെ അങ്ങനെയാണെങ്കിൽ? അല്ല, അത് ബൈ ബർത്ത് അങ്ങനെയായി മാറണല്ലേ ഇസ്ലാം. ഇന്നിപ്പോ ലോകത്ത് പ്യൂർ റിസർച്ച് പുറത്തേക്ക് വിട്ട കണക്ക് പ്രകാരം ഇസ്ലാമിന്റെ വളർച്ച എങ്ങനെയാണ്? എന്താണ് അതിന്റെ ഘടകം? കൺവേർഷൻ ആണോ? അല്ലല്ല, മെയിൻ ഫാക്ടർ മറ്റേ എന്താണ് പെറ്റുകൂട്ടലാണ്. അതെ. അപ്പൊ പിന്നെ എന്താ വ്യത്യാസമുള്ളത്? അല്ല, എന്നാലിപ്പോ ഈ ഇസ്ലാമിൽ ഓരോ വർഷവും മതത്തിലേക്ക് വരുന്ന ആളുകളും പുറത്തേക്ക് വരുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് അറിയോ? -1 ആണ്.
അപ്പോഴോ? അതായത് ഇസ്ലാമിലേക്ക് ഒരു വർഷം 23% വരുന്നുണ്ടെങ്കിൽ ഒരു വർഷം പുറത്തേക്ക് പോകുന്നത് 24%. അപ്പോഴോ? ഇറാനിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വന്ന കണക്ക് പ്രകാരം 10ൽ 3 പേര് മാത്രമാണ് വിശ്വാസി, 7 പേരും അവിശ്വാസികളാണ്. അപ്പോഴോ? 10-20% ആളുകൾ സൗദി അറേബ്യയിലെ അവിശ്വാസികളാണ്. അപ്പോഴോ? അപ്പോൾ ഒരു വശത്ത് നിങ്ങളിങ്ങനെ കാണുന്നുണ്ട് മതത്തിലേക്ക് ആൾ വരും, അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ മതത്തിൻ്റെ വളർച്ച സംഭവിക്കുന്നത് കൺവേർഷൻ കൊണ്ടല്ല എന്ന് തന്നെയാണ് പ്യൂർ റിസർച്ച് പറയുന്നത്. അതിന്റെ കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ എന്താ നമ്മളെ മുഹമ്മദ് ഈസൊക്കെ ആത്മാർത്ഥമായിട്ട് ദൈവത്തൊക്കെ നടത്തണ പോലും തോന്നിയിട്ടുണ്ട് ഇസ്ലാമിനെതിരെ ഉണ്ടാവുന്നേ. അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞു കണ്ട ആരായാലും ഇത് ചൊല്ലിപ്പോലെ കലിമ. പക്ഷെ അബ്ദുള്ള അബ്ബാസിലൊരു ഫേക്ക് ആണോ വിശ്വാസം തോന്നലട്ടോ? ഫേക്ക് ഞാൻ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. അതൊക്കെ അവരുടെ എന്റെ തോന്നല, എനിക്ക് ഉറപ്പൊന്നുമില്ല. അത് അങ്ങനെ നമ്മൾ ചിന്തി അബ്ദുള്ള അബ്ബാസിനെ നമ്മൾ വിമർശിക്കാനുള്ള കാരണം ആള് അത് കപടമായിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല. ആളത് ചെയ്യുന്നത് വളരെ ദോഷകരമാവുന്നു എന്നുള്ളതിന്റെ പേരിലാണ്. ഞാൻ ആ രീതിക്കല്ല പറഞ്ഞത്. ഇപ്പോ എന്താണ് നിങ്ങളെ മറ്റേ അടിമത്തത്തിന് വെല്ലുവിളിച്ച് നിങ്ങൾ പോയില്ല പറഞ്ഞ ഒരു ലിങ്ക് ഇട്ടിട്ടാണെങ്കിലും അതൊക്കെ വെറുതെ നുണ പറയണല്ലേ. അബ്ദുള്ള ബാസിന് ഒരു ധൈര്യം ഇല്ല എന്നുള്ള രീതിക്കും അബ്ദുള്ള ബാസിന് ഇതൊരു ഉടായിപ്പ അറിയാന്നുള്ള നമ്മളിത് ഈ പച്ചക്ക് ഇത് ലിറ്റ്മസിന് ഈ കഴിഞ്ഞ ലിറ്റ്മസ് ഹലോ കേൾക്കുന്നുണ്ട് ഒരു എക്കോ ഒരു മിനിറ്റ് ഇപ്പൊ ഇല്ല ഈ കഴിഞ്ഞ ലിറ്റ്മസിന് ഈ സംവാദത്തിന് വിളിച്ചതാണ് അബ്ദുള്ള ബാസിലിനെ. അബ്ദുള്ള ബാസിൽ എന്താ പറഞ്ഞത്? യുക്തിവാദികളുടെ വേദിയിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ അവര് മാന്യന്മാരായതാണ് കോൾ റെക്കോർഡൊന്നും പുറത്തു വിട്ടിട്ടില്ല ഈ എസൻസിന്റെ ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞാണ് ഇവരൊക്കെ ശരിക്കും വെളിച്ചത്ത് കൊണ്ടുവരണം, ഇവരൊക്കെ എക്സ്പോസ് ചെയ്യണം, ആ കോൾ റെക്കോർഡ് പുറത്തു വിടാൻ പറഞ്ഞു. അവർ ചെയ്യില്ല. അതാണ് അതിന്റെ കഥ. ഇമെയിലാണ് എന്തായാലും അവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാനതല്ല പറയുന്നത്, ഇങ്ങനെ പബ്ലിക്കായിട്ട് ഡിബേറ്റിന് വിളിച്ച് വരാത്തപ്പോഴും സോറി അവര് വെല്ലുവിളിച്ചിട്ട് പിന്നെ അത് അവര് വെല്ലുവിളിച്ചിട്ടില്ലല്ലോ. നമ്മൾ അവരോട് പറഞ്ഞത് ഓഫ്ലൈൻ വെല്ലുവിളി, ഓഫ്ലൈൻ ആയിട്ട് പൊതുവേദിയിൽ അത്രയും നമ്മൾ പറഞ്ഞു. മറ്റൊരു ഷോട്ടില്ലേ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പറയണ ഇതൊക്കെ ഉറപ്പുണ്ടെങ്കിൽ അർജവുണ്ടെങ്കിൽ വായോ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഏറ്റെടുത്തു, പൊതുവേദിയിലേക്ക് വരാ. അതെ അങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കും ചെയ്തു. അതെ പിന്നെ ഓൺലൈൻ സംവാദം എന്നുള്ള രീതിക്കാണ് പോയത്. അതെ നമ്മൾ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഓൺലൈൻ ഇല്ലാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്താ പറയണത്? ഹൈത്തമി വന്ന പോലെ, അയ്യൂബ് മൗലവി വന്ന പോലെ, വേളം വന്ന പോലെ പൊതുവേദിയിൽ വരിക. അതിനെന്താ ബാസിലിന് ധൈര്യം ഇല്ലാത്ത? നമ്മൾ ധൈര്യമില്ലായ്മയാണ്, ഉടായ്പിന്റെ അല്ല, ധൈര്യമില്ലായ്മയാണ്. ഈ സാധനമായിട്ട് വന്നു കഴിഞ്ഞാൽ പൊളിയും. ഒന്ന് ധൈര്യമില്ലായ്മ, 2 അവന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത്, പോയി പണി വാങ്ങണ്ട എന്നുള്ളത്. അതെ, അതുകൊണ്ട് തന്നെയാണ് യുക്തിവാദികളുമായിട്ട് ഇഞ്ചാതി പരിപാടിക്ക് നിൽക്കരുത് എന്നുള്ള ഒരു തീരുമാനമുണ്ട്. കണ്ടിട്ടുണ്ട്. അതായത് ഒരാള് അങ്ങോട്ട് പോയിട്ട് ചെയ്യണ്ട, 10 ആൾ ഇങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് അവർ വരാത്തത്. അപ്പൊ യുക്തിവാദികളുടെ വേദിയിൽ വരില്ല എന്ന് ബാസിൽ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് പിന്നെ കമന്റിൽ പോയി നിന്നിട്ട് അവര് വിളിച്ച് വന്നില്ല, ലിങ്ക് ഒട്ടിച്ചിരുന്നു വന്നില്ല എന്നൊക്കെ പറയണതൊക്കെ അതൊക്കെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ സ്വയം ഒരു സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിപ്പോ ഒരു വർഷമായി ഇപ്പോഴും അതിനെ പറഞ്ഞു നടക്കണം. അതെ, ഇത് എത്ര ആള് പറയുന്നത് നമുക്ക് നോക്കാലോ. നേരെ മറിച്ച് നമ്മളെ ഇൻഫിഡൽസിന്റെ മറ്റേ ഷിയാബുദ്ദീൻ മേത്തർ പിന്നെ അങ്ങനെ ഷിയാബുദ്ദീൻ മേത്തർ സമ്മതിച്ചതാണ് വരാമെന്ന്. അതുകൊണ്ടാണ് ആള് പോകാനിരുന്നത്. പക്ഷെ അപ്പോഴാണല്ലോ ആൾക്ക് മരണം സംഭവിക്കുന്നത്. അതെ അതെ, അത് കഴിഞ്ഞിട്ട് നമ്മളെ ഉവൈസ് ഓട്ടോഡിഡാക്ട് അങ്ങനെ സ്വീകരിച്ചു. പിന്നെ അവരെ മൈൻഡ് ഇല്ല. അതാണ്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോഴും പറയുന്നു, ഇപ്പോഴും വെല്ലുവിളി. ഇത് എന്റെ യൂട്യൂബിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ അതാണ് ഇപ്പോഴും. അതെന്താ അവര് എടുക്കാത്തത്? അപ്പൊ അവർക്ക് ത്രാണി ഉണ്ടെങ്കിൽ അത് അവരെടുക്കട്ടെ, അതല്ലേ വേണ്ടേ? ഓൺലൈൻ ഇല്ല പരിപാടി. ഇത് കമ്പിളി പുതപ്പ് പരിപാടിയാണ്. സിഗ്നൽ പോയി കട്ടായി എന്നൊക്കെ പറഞ്ഞ് ക്യാമറ ഓഫ് ആക്കിയിട്ട് മുങ്ങുന്ന പരിപാടി. ഇതാണ് പണ്ട് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനില്ല എന്ന് പറയുന്നത്. ഞാന് എന്താണ് ഇതിപ്പോ അവസാനത്തെ ശരിക്കുള്ള അവസാനത്തെ കാര്യം, അതായത് അൺമാസ്കാനോമലിസ് ഇപ്പോ നിങ്ങളെ പറയാറേ നിങ്ങള് പച്ച വർഗീയത പറയണു, നിങ്ങള് വാക്കങ്ങനെ സഭ്യല്ല, അങ്ങനത്തെ രീതിയില. അപ്പോ ഞാൻ മാറ്റണം എന്ന് പറയണില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അപ്പോ ആ രീതിക്ക് നിങ്ങളെ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് അങ്ങനെ പറയും ഇങ്ങനെ പറയും. എന്താണ് പറയും? അത്രേ ഉള്ളൂ. അവരൊക്കെ ഇപ്പൊ ഞാൻ പറയുന്നതിന് മുന്നേ പറഞ്ഞിരുന്ന ആളുകളോട് ഇവര് പറഞ്ഞിരുന്നത് ഇതൊക്കെ തന്നെയല്ലേ. ഇപ്പൊ വളരെ മാന്യമായി ഓക്കെ ഞാൻ പറയുന്നത് വളരെ പ്രശ്നമാണ് എന്ന് നമ്മൾ കൂട്ടാം. ഇവിടെ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. വൈറ്റില മൊയ്സു, മൊയ്സു വൈറ്റില,
മൂയിസ് വൈറ്റ്ലൻ്റെ വീഡിയോ ഇവർ പോയി കാണാറുണ്ടോ, വിശ്വാസികൾ ആരെങ്കിലും? ഞാൻ മൂപ്പരുടെ കാണാൻ ശ്രമിച്ചപ്പോഴേ വൻ ലാഗ് പോലെ എനിക്ക് സ്വന്തം ഫീൽ ചെയ്ത. അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം കിട്ടണം, സംഗതി അറിയണം എന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞാൽ പോരെ. അത് പിന്നെ എങ്ങനെ കിട്ടണം, എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ നിങ്ങൾ നിശ്ചയിക്കണം. എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, നിങ്ങളോടല്ല പറയണേ, എല്ലാവരോടും പറഞ്ഞ കാര്യമായി പറയണത്. ഇപ്പൊ നിങ്ങളിത് കേൾക്കുന്നത് എന്തുകൊണ്ടാ? ഇത് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിയതുകൊണ്ടാണ്. എത്തുന്നതിന്റെ കാരണം നമ്മുടെ ശൈലിയാണ്. അപ്പൊ പിന്നെ ഞാനത് മാറ്റിയിട്ട് ഇപ്പൊ ഞാനും ഈ പറയുന്ന ആളുകളൊക്കെ പറയുന്ന പോലെ ഞാനും പറഞ്ഞുകൊണ്ടിരുന്ന ഇത് സത്യത്തിൽ അവരുടെ ആവശ്യം എന്താ, നമ്മളിത് പറയരുത് എന്നുള്ളതാണ്. ഒന്നത് ഇനി എന്നെക്കാൾ രൂക്ഷമായിട്ട് പറയുന്ന ഒരാൾ വരുമ്പോൾ ഇവർ തന്നെ പറയും, ആ ജബ്ബാർ മാഷ് പറയണ പോലെയൊക്കെ ആരിഫിന് പറഞ്ഞുകൂടെ എന്ന് ഇപ്പൊ ചോദിക്കണ പോലെ കുറച്ച് കഴിയുമ്പോൾ പറയാം ആരിഫ് പറയണ പോലെയൊക്കെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. അതാണ് ഉണ്ടാവുക. ഇത് പണ്ട് ജബ്ബാർ മാഷോട് ചോദിച്ചിരുന്നതാണ്, കലാമാധ മാഷ് പറയണ മാതിരി പറഞ്ഞൂടെ ജബ്ബാർ മാഷ് എന്ന് പണ്ട് ജബ്ബാർ മാഷോട് ചോദിച്ചിരുന്നത്. ഇപ്പൊ എന്നോടാണ് അത് ചോദിക്കണത്, ജബ്ബാർ മാഷ് പറയണ പോലെ പറഞ്ഞൂടെ. അടുത്ത ആൾ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യും, ഇപ്പൊ ശരിയായിക്കോളും. ഓക്കെ, ഇതൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ആണ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ഇതൊക്കെ അവർക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട്, ഈ സാധനത്തിൽ നിന്നൊന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന കാര്യം. നമ്മൾ അതിനകത്ത് വീഴൂല, നമുക്ക് നമ്മളുടെ ലക്ഷ്യമുണ്ട്. എന്റെ ഒരു കാര്യം ചോദിച്ചതാ, ഇപ്പോ അവര് എന്തായാലും ഓഫ്ലൈൻ ഡിബേറ്റിന് വരില്ല നമുക്ക് ഉറപ്പായല്ലോ. അപ്പൊ ഒന്ന് ഓൺലൈനായിട്ട് നമുക്കത് പഠിക്കാനൊരു സൗകര്യമാവുമല്ലോ. ഇല്ല, അവർ ഓഫ്ലൈനിൽ വരണം, അതിൽ തന്നെയാണ് കാര്യമുള്ളൂ. ഓഫ്ലൈനിൽ അവർ വരുത്തും. ഞാൻ അതിപ്പോ വലിയ പ്രതീക്ഷ അവര് വരും. വിശ്വാസികൾ തന്നെ അവർ ഉന്തി തള്ളിക്കൊണ്ടുവരും. അത് നമ്മൾ വെയിറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓൺലൈൻ ഉടായ്പിന് നമ്മളില്ല, എന്തൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അവര് വരട്ടെ, നമ്മൾ കാത്തിരിക്കും. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. ഇനിയിപ്പോ അടച്ചവനോട് പോയിട്ട് ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി ചിലപ്പോ ഇനി അടുത്തത് ഇനിയിപ്പോ വല്ല ജബ്ബാർ മാഷിന്റെ അടുത്തോ വല്ല ലിയാഖത്തിന്റെ അടുത്തൊക്കെ ആയിരിക്കും പറഞ്ഞു വിടുക. പടച്ചോന് കിളി പോയിരിക്കുകയാണ്, സൂക്ഷിച്ചോ. അപ്പൊ ഓക്കെ, യെസ്, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.